والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت هيلتي أدركني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسوله الكريم. പവിത്രമായ വേദിയിൽ ഒരുമിച്ചുകൂടിയ സമാദരണീയരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, മുത്തഅല്ലിംകളെ, വന്യവയോധികരായ കാരണവന്മാരെ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ, മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ ഭൗതിക ആഗമം കൊണ്ട് ധന്യമായ റബീഉൽ അവലിനോട്, അല്ലെങ്കിൽ റബീഉൽ അവലിലെ വിശുദ്ധമായ രാത്രിയിൽ അവിടുത്തെ വാഴ്ത്താനും സ്മരിക്കാനും അവിടുത്തെ പാതയിൽ പതറാതെ പിടിച്ചു നിന്ന് ജീവിതം ധന്യമാക്കാനും നിയ്യത്ത് ചെയ്തുകൊണ്ട് നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പുണ്യനബിയുടെ സ്നേഹവസന്തം ലോകതലത്തിൽ പണ്ഡിതോചിതമായി പകർത്തിക്കൊണ്ടിരിക്കുന്ന വാക്കുകൊണ്ടും നാക്കുകൊണ്ടും തൂലിക കൊണ്ടും സ്റ്റേജ് കൊണ്ടും പേജ് കൊണ്ടും ലോകതലത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നദ്വി ഉസ്താദിന്റെ വളരെ അർത്ഥസമ്പൂർണമായ ഉദ്ഘാടന ഭാഷണത്തിന് പിറകെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്കിന്റെയും മദഹിന്റെയും കഥകൾ പറയാനും അവിടുത്തെ വ്യക്തിത്വ സാഗരത്തിന്റെ പ്രവിശാലമായ അറ്റമില്ലാത്ത പ്രവിശാലമായ പ്രപഞ്ചത്തിൽ നിന്ന് ഒരു മൺതരി എടുക്കാൻ കഴിയുമോ എന്ന മോഹസാഫല്യത്തിന്റെ പ്രയത്നത്തിന് വേണ്ടി നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആര് പരിശ്രമിച്ചാലും മുമ്പോട്ട് വന്നാലും അവൻ എത്ര വലിയവനാണെങ്കിലും പാണ്ഡിത്യമുള്ളവനാണെങ്കിലും ഭാഷാ പ്രാവീണ്യമുള്ളവനാണെങ്കിലും അതിനുവേണ്ടി മനുഷ്യബോധവിഭാഗം സംയുക്തമായി പരിശ്രമിച്ചാലും മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വ പ്രഭാവത്തിന്റെ പരിശുദ്ധമായ ചരിത്ര താളുകളോ അവിടുത്തെ ആഴമേറിയ വ്യക്തിത്വ പരിശുദ്ധിയോ സ്പർശിക്കാൻ ഈ ലോകത്തൊരാളുടെയും യോഗ്യതയോ ഭാഷയോ പാണ്ഡിത്യമോ മതിയാകില്ല എന്നതിന് മാത്രം ലോക സൃഷ്ടികളിൽ അത്യുത്കൃഷ്ടരാണ് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഷ്ണുതയിലേക്ക്, കാരുണ്യത്തിലേക്ക്, അറ്റമില്ലാത്ത സ്നേഹവസന്തത്തിലേക്ക് ലോകം നെഞ്ചുപൊട്ടി കെഞ്ചി കാതോർത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്
സഹിഷ്ണുതയെക്കുറിച്ചും ഇഷ്കിനെക്കുറിച്ചും സംസാരിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടി. ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഭ്രൂണത്തിൽ വളരുന്ന, ഉമ്മന്റെ ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ദുനിയാവിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പേ ഉമ്മന്റെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് കാരുണ്യം കൊതിക്കുന്ന കാലമാണ്. ഭ്രൂണഹത്യ അധികരിച്ചുകൊണ്ട് ലോകത്ത് പിതാവ് കാട്ടാളനും കസ്മലനുമായി സന്തോഷവും ശുശ്രൂഷയും പരിപാലനവും ആശ്വാസവും നടത്തേണ്ട ഹോസ്പിറ്റലിൽ വരെ മനുഷ്യക്കുഞ്ഞിനെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് നിഷ്കരണം കൊന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. കാരുണ്യം വറ്റി വരേണ്ട കാലമാണ്. 3 കാരിയും 4 കാരിയും ഏകാന്തമായിട്ട് നടക്കാനും ഉറങ്ങാനും വികാരമിളകിയ പൂവൻകോഴികളുടെ ശല്യം പേടിച്ചുകൊണ്ട് ഭയപ്പെടുന്ന കാലമാണ്. സ്വന്തം പിതാവിനെ പോലും 10 സെന്റിന് വേണ്ടി മക്കൾ ഒരുമിച്ചുകൂടി ശ്വാസമുട്ടിച്ച് കൊല്ലുന്ന കാലമാണ്. ഏതോ ഒരു ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിൽ മരിച്ചുപോയപ്പോൾ ഗവൺമെന്റ് തലത്തിൽ ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി കൊടുക്കുന്ന ദാനത്തെ പോലും, അതിനുവേണ്ടി കൊടുക്കുന്ന ആനുകൂല്യത്തെ പോലും ചില പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിന്റെ അത്യുന്നത സോപാനത്തിൽ വിരാജിക്കുന്ന തടിയും വണ്ണവുമുള്ള നാക്ക് നീളമുള്ള ചില ആളുകൾ അക്രമ ഭാഷ കൊണ്ട് വർഗീയവൽക്കരിക്കുന്ന കാലം. അതുകൊണ്ട് ലോകം മൊത്തം കാരുണ്യത്തിന് വേണ്ടി കെഞ്ചുകയാണ്. അപ്പോഴാണ് നമ്മൾ മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെ പരാമർശിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. ആരാണ് മഹാനരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആരാണ്? കാഫിറിന്റെ മുമ്പിലും മുനാഫിഖിന്റെ മുമ്പിലും മുഅ്മിനിന്റെ മുമ്പിലും ഒരുപോലെ കാരുണ്യമാണ് നബിയുനാ വഹബീബുനാ ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. ഒരു കാര്യം ഞാൻ ആമുഖമായി ആത്മാർത്ഥമായി ബഹുമാനത്തോടെ സഹൃദയരായ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് ഇത് കഴിയുന്നത് വരെ നല്ല രൂപത്തിൽ ഈ സദസ്സിൽ, നിങ്ങളും തിരക്കുള്ള ആളാണ്, ഞാനും ചെറിയ തിരക്കുള്ള ആളാണ്, നമ്മളിൽ പല ആളുകൾക്കും അസ്വസ്ഥതയും അസുഖവും നമ്മളെ പിടികൂടിയിട്ടുണ്ട്. ഏത് പ്രയാസങ്ങളുടെയും അസ്വസ്ഥതയുടെയും രോഗങ്ങളുടെയും പരിഹാരത്തിന്റെ ഒറ്റമൂലികയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സദസ്സിൽ രോഗമുള്ള ആളുകൾ, രോഗിണികളായ സഹോദരിമാരുണ്ടെങ്കിൽ അവരൊക്കെ നല്ല നെയ്യത്തിലിരിക്കുക. ഇത് കഴിയുന്നതിന് മുമ്പായിട്ട് എന്റെ രോഗത്തിന്റെ ഒരു പരിഹാരം ഉണ്ടാവണം. അലോപ്പതി ഗുളികയിലേക്കൊന്നും ഇപ്പൊ തൊട്ടുപോകാൻ കഴിയാത്ത അവസ്ഥ. പേപ്പറിൽ നിങ്ങൾ വായിച്ചല്ലോ, മനുഷ്യന്റെ രോഗനിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഗുളിക പോലും പുതിയ രോഗത്തെ സമ്മാനിക്കുന്ന രീതിയിൽ അതുപോലും വ്യാജമായിട്ട് മാറിയ കാലമാണ്. പച്ചക്കറി വ്യാജമായിട്ട് മാറിയ കാലമാണ്. ഒക്കെ 26 ദിവസം കൊണ്ടാണ് കോഴി പറന്നിട്ട് 3 കിലോനാകുന്നത്. പേപ്പറിൽ വായിച്ചല്ലോ നിങ്ങൾ, 26 ദിവസം കൊണ്ട്. ഇതൊക്കെ തിന്നിട്ടാണ് നമ്മളെ കുമ്പ് വീർക്കുന്നത്. പിന്നെ ക്യാൻസറിന്റെ വൈറസുകൾ അതിഥികളായിട്ട് വയറ്റിലേക്ക് എത്തല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇപ്പൊ ആകെ കണ്ട് ചിന്തിച്ചാലേ ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യം എന്താന്ന് വെച്ചാൽ അത് കാരുണ്യാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം പച്ചക്കറിയിൽ വിഷം, ഫ്രൂട്ട്സിൽ വിഷം, വെള്ളത്തിൽ വിഷം, പിന്നെ ജില്ലയും തമ്മിൽ മത്സരത്തിലാണ്. സംസ്ഥാനവും തമ്മിൽ, കേരളം തമിഴ്നാടും തമ്മിൽ. തമിഴ്നാട്ടില് വെള്ളം കിട്ടണം, കേരളം എന്തായാലും വേണ്ടിയില്ല. ഇങ്ങനെ രീതിയിലൊക്കെ ഉള്ള പരസ്പരമായ വൈര്യവും വിദ്വേഷവും കളിയാടുന്ന കാലമാണ്. വ്യക്തികളും കുടുംബവും തമ്മിൽ, ആകാശവും ഭൂമിയും തമ്മിൽ മത്സരത്തിലാണ്. അപ്പോഴാണ് നമ്മൾ ചർച്ചക്കും പഠനത്തിനും ചിന്തയ്ക്കും വേണ്ടി തെരഞ്ഞെടുത്തത് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കണ്ണുനീരും എന്റെ രക്തവും എന്റെ വിയർപ്പും അങ്ങയെ പ്രശംസിക്കുന്ന മഷിത്തുള്ളികളാണ് നബിയേ. ഇഷ്കിന്റെ കൽബുള്ള പണ്ഡിത കേസരിയായ ആശിക്കായ കവിയുടെ പ്രോജ്വലമായ ഹൃദയസ്പൃക്കായ അവർണ്ണനീയ ഭാഷയുടെ പിന്നാലെ ഇഷ്കിന്റെ ചൂട്ട് പിടിച്ചുകൊണ്ട് 2 മണിക്കൂർ നമുക്ക് സഞ്ചരിക്കാം. ഹൃദയങ്ങളുടെ തോഴനെ, കൽബിന്റെ കൂട്ടുകാരനെ, റൂഹിന്റെ ഖിബലേ മുഹമ്മദ് മുസ്തഫ
ഉറക്ക സലാത്തല്ലാണ് അൽഹംദുലില്ലാ. ഒതുങ്ങിയൊരു ശ്വാസം. പുറത്ത് അപശബ്ദങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മൾ അങ്ങോട്ടും തിരിയണ്ട. കാരണം അമ്മായിക്കല്ല് പോകുമ്പോ പലതും കുരക്കും, നമ്മൾ കാണുന്നതാണ്. റോഡ് നന്നാക്കാൻ വേണ്ടി അമ്മായിക്കല്ല് ഇങ്ങനെ പോകുമ്പോ സൈഡിൽ നിന്നിട്ട് പല ജീവികളും കുരക്കും. അതിനൊന്നും ഇപ്പൊ ആരും ശല്യപ്പെടുത്തല്ലേ, കുരക്കണവര് കുരച്ചോട്ടെ. റബീഉൽ വന്നാൽ 2 ഹാലിളക്കം ഉണ്ടാവും. ഒന്ന് ഹുബിന്റെ ഹാലിളക്കം, 2 ഉലുവാൻ മുന്തിരും കത്തിച്ചു കൊടുത്ത് പിന്നെ ശൈത്താ ഇളകി പോകുന്ന പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു ഇളകിപ്പറച്ചിലുണ്ട്. അപ്പൊ ഇളകി പറയുന്നവര് ഇളകി പറയും. കാരണം അത് രണ്ടും ഈ സമയത്ത് നടക്കേണ്ടതാണ്. നമ്മളെ നേരത്തെ ബഹുമാനപ്പെട്ട നജീബുസ്താഖ് പറഞ്ഞത്, ഒരല്പം ചിന്തയുള്ള മനുഷ്യന് അള്ളാന്റെ ഹബീബിന്റെ പേരിൽ നടക്കട്ടെ, അതിന് എന്ത് പേരിട്ടാലെന്താണ്? അവിടെ നടക്കണ എന്താ നോക്കിയ പോരെ? അരമന കുരുത്തോലുകൊണ്ടും പൂമാലുകൊണ്ടും വേരുണ്ടാക്കിയ തോരണങ്ങൾ തൂക്കിയ സ്റ്റേജിൽ വെച്ചിട്ട് 8ഉം പൊട്ടും തിരിയാത്ത പൈതങ്ങൾ, തെക്ലീഫിന്റെ ലോകത്തെത്താത്ത കാലിന്റെ ചോപ്പ് മാറാത്ത പൈതങ്ങൾ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിന്റെയും സഹിഷ്ണുതയുടെയും കഥകൾ ഇങ്ങനെ പറയുമ്പോ പ്രായമുള്ള വാപ്പാരും വല്ലിപ്പാരും ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും ഉമ്മാരും വാപ്പാരും ഒക്കെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കേട്ടിട്ട് കണ്ണിൽ വെള്ളം നിറക്കുക. എന്നിട്ട് കഴിഞ്ഞു പോകുമ്പോ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ ബിദ്അത്താക്കാൻ വേണ്ടിയുള്ള തൊലിക്കട്ടി. അത് വല്ലാത്തൊരു തൊലിക്കട്ടിയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതെന്താ? അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ല എന്നപ്പോ ചിലർ പറയുന്നത്. അപ്പൊ സംസ്ഥാന സമ്മേളനം റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? ഏതായാലും നെഹ്റു സർഫൊക്കെ നജീബ് ഉസ്താദ് പറഞ്ഞു, ഞാൻ അവിടേക്കൊന്നും എടുക്കണില്ല. സംസ്ഥാന സമ്മേളനം ഇപ്പൊ എല്ലാവരും നടത്തുന്നുണ്ടല്ലോ, അത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? സുവനീർ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? മദ്രസ ആർക്കെങ്കിലും തർക്കമുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? ഹോർലിക്സ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ എന്ന് ഞാൻ ചോദിക്കണില്ല. കാരണം പൊട്ടത്തരാ. ഞാൻ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കട്ടെ. എന്തെങ്കിലും വിളിച്ചറിയാൻ പറ്റൂലല്ലോ. അങ്ങനെ ആരോ മുമ്പ് വെച്ച് ഹോർലിക്സ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? അത് ഞാൻ ചോദിക്കണില്ല. ഞാൻ ചോദിക്കുന്നത് മദ്രസ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോന്ന്. അന്നെന്താ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് മദ്രസ എന്നെ പേരിട്ടൂടെ? ഞാൻ ചോദിക്കട്ടെ, സ്വഹീഹ് ബുഖാരി റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? പോട്ടെ, ഇന്നത്തെ മുസാഫ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? ഇപ്പൊ എന്തൊക്കെ വിധേയത്തായി? ഇതിനൊന്നും മറുപടിയില്ല. പിന്നെ നമ്മളൊരു മദ്ഹൂർ റസൂൽ അല്ലെങ്കിൽ മൗദുൽ നബി അല്ലെങ്കിൽ നബിദിനാഘോഷം എന്ന് പറഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ ഇഷ്ഖുർ റസൂലിന്റെ കഥ പറയുമ്പോ ആ റസൂലുള്ളാഹിന്റെ കാലത്തില്ലാന്ന്. ഇത് സോക്കട് വേറെയാണ്. അല്ല, ഇത് സോക്കട് വേറെ. അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല. തലച്ചോറിൽ ആൾപ്പാർപ്പുള്ള മനുഷ്യന്മാർ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അവർ ഒഴിഞ്ഞു പോയിട്ട് ചിന്തിക്കും, എന്താണ് ഇപ്പൊ ആ ചങ്ങായി കുരച്ചത് എന്ന്. കാരണം പ്രസംഗം തന്നെ 4 കൊര ഒരു കാളമൂത്ര ഭാഷ്യം കൊടുത്താൽ പോരാ. ജനങ്ങൾ തിരിച്ചു പോകുമ്പോൾ മദീനയിട്ട് കൽബ് ബന്ധപ്പെടണം. അതാണ് പ്രസംഗം. അല്ലാതെ മദീനയ്ക്ക് പോണ ആൾക്കാർ എങ്ങോട്ട് വലിച്ചിട്ട് ആറ്റി തുപ്പിട്ട് 4 കൊര വരച്ചാല് അതിനൊക്കെ പ്രസംഗം മുമ്പിലിരിക്കണ പോയറ്റക്കാര് മനസ്സിലാക്കും. പക്ഷെ എന്നും മനുഷ്യന്മാരെ കഴുതകളാക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അപശബ്ദങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കണില്ല. ഇത് മറുപടിയല്ല, മറുപടിയാണ്. ഇഷ്കനെതിരെയുള്ള അപശബ്ദങ്ങൾക്കെതിരെ ഒരു മറുപടി. അതിങ്ങോട്ട് വേണ്ട, നിങ്ങളേക്കോ അതിങ്ങോട്ട് വേണ്ട. കാരണം ലാ തജ്അലൂ ഖബ്രി ഈദാ, എന്റെ ഖബർ നിങ്ങൾ ഈദാക്കല്ല എന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഹദീസ് പറയുമ്പോ ഞാൻ നബിയുസ്താദിന്റെ വിശദീകരണം ഓർക്കുകയാണ്. ഹദീസിന് ആയത്തിനൊക്കെ അർത്ഥം വെക്കുമ്പോ പുസ്തകത്തിന്റെ അരമുറി വായിച്ചിട്ട് കുറച്ച് ചാടരുത്. അദ്ദേഹത്തിന്റെ ഭാഷ എനിക്ക് ഓർമ്മയില്ല, എന്റെ ഭാഷ പറയാം. ഇതിന് ചില ആളുകൾ അർത്ഥം കൊടുക്കൽ എങ്ങനെയാ അറിയോ? ലാ തജ്അലൂ ഖബ്രി ഈദാ, എന്റെ ഖബർ നിങ്ങൾ പെരുന്നാളാക്കരുത്. അതുകൊണ്ട് പെരുന്നാൾക്ക് പുതിയ തുണികുപ്പാൻ മാറ്റി സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ആനന്ദിക്കും പോലെ, ആഹ്ലാദിക്കും പോലെ, ആഘോഷിക്കും പോലെ എല്ലാരും കൂടി പുതിയ തുണികുപ്പാൻ പറ്റുന്നത് മദീനയിൽ നിങ്ങൾ ഒരുമിച്ചുകൂടൊന്നും വേണ്ട, ഒക്കെ ഉള്ളോടത്ത് അവിടെ ഇരുന്നാൽ മതി. ഇങ്ങനെയൊക്കെ ഹദീസിന് അർത്ഥം വെച്ചാൽ ദീൻ എന്തായി പോകൂലേ? പൊന്നുമോനെ, ഈദൻ എന്ന വാക്ക് വന്നത് ഔദ് എന്ന വാക്കിൽ നിന്നാണ്. ഔദ് എന്ന് പറഞ്ഞ മടങ്ങുന്ന അതിന്റെ അർത്ഥം. പെരുന്നാൾ ഈദ് എന്ന് പേര് വെക്കപ്പെടാൻ കാരണം എന്താ അറിയോ? കൊല്ലത്തിൽ 2 വട്ടം വരുന്നോണ്ടാണ്. അല്ലെങ്കിൽ ഈദ് എന്ന് പേര് വെക്കൂല. ഇത് കൊല്ലത്തിൽ 2 വട്ടം വരുള്ളൂ. അപ്പൊ ഇനി ഹദീസിന് അർത്ഥം വെക്ക്. ലാ തജ്അലൂ, നിങ്ങൾ ആക്കരുത് ഖബറി, എന്റെ ഖബറിനെ ഈദൻ, കൊല്ലത്തിൽ 2 പ്രാവശ്യം വരുന്ന സ്ഥലാക്കരുത്. പിന്നെ എപ്പോഴും വരണം മുഹമ്മദ് മുസ്തഫ. ഇതാ ഞങ്ങൾ പഠിച്ച അർത്ഥം. നീ പഠിച്ചത് പെരുന്നാൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുമ്പ് ഏതോ ഒരു സ്ഥലത്ത് ഞാൻ ഈ ഗണ്ണനും മറുപടിക്കും നിൽക്കാത്ത ആളാണ്. കാരണം ഇതിന് വെറുതെ ഇതിന്റെ ആവശ്യമില്ല. പിന്നെന്നാലും ചില ആളുകൾ നമ്മളെ വെറുതെ ഇങ്ങനെ ഇളക്കി വിടും. ഇന്നാളെ ഒരു സ്ഥലത്ത് 1-2 മറുപടിയൊക്കെ പറഞ്ഞപ്പോ ഒരാൾ എഴുതി ചോദിച്ചാണ്. ഇപ്പൊ ഇന്നിപ്പോ തങ്ങൾ എനിക്ക് കാണിച്ചു തന്നു, റബീഉൽ 12 അള്ളാന്റെ റസൂൽ ജനിച്ചതെങ്കിൽ വഫാത്തായത് അന്ന് തന്നെയല്ലേ? അപ്പൊ റസൂലുള്ളാഹി ജനിച്ചതിന്റെ പേരിൽ ആഘോഷം കൊണ്ടാടുമ്പോ വഫാത്തിന്റെ പേരിൽ ദുഃഖാചരണം വേണ്ടതെന്ന്.
നിങ്ങൾ ദീന് പഠിക്കാത്തതുകൊണ്ടാണ്. നിഅമത്ത് വരുമ്പോൾ ശുക്ർ പ്രകടിപ്പിക്കണം, മുസീബത്ത് വന്നാൽ സ്വബ്ർ ചെയ്യണമെന്ന. അല്ലാതെ ഒരു മുസീബത്തിന് വേണ്ടിയിട്ട് ഒരു പ്രകടനമോ ഒരു സമ്മേളനമൊന്നുമില്ല. മുസീബത്ത് ക്ഷമിക്കലാണ്, നിഅമത്തിനാണ് ഇൽഹാറു സുറൂർ, സന്തോഷ പ്രകടനം നിഅമത്തിനാണ്. മുസീബത്തിന് പ്രകടനമില്ല, അടങ്ങി ക്ഷമിച്ചിരിക്കലാണ്. ഇനി റബീഉൽ 12 മുസ്തഫ നബി വഫാത്തായെങ്കിൽ ഇവിടെ അന്നദാനം കൊടുക്കും. അത് പേര് രണ്ടും നടക്കുന്നുണ്ട്. അത് റസൂലുള്ളാഹിന്റെ പേരിലാണ്. പിന്നെ ഒരാൾ ചോദിച്ചു, എങ്ങനെ ആയാലും തിങ്കളാഴ്ചയല്ലേ നിങ്ങള് മദ്രസന്ന് ചോറ് കൊടുക്കണേ, തിങ്കളാഴ്ച നോമ്പ് സുന്നത്തുള്ള ഈസല്ലേ, അപ്പൊ തിങ്കളാഴ്ച നിങ്ങൾ ഉച്ചക്ക് ചോറ് കൊടുത്താൽ ജനങ്ങളെ നോമ്പ് പസാദാവൂലേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടതൊന്ന് മുടക്കണം. ഞാൻ ആ പറഞ്ഞ ആളോട് പറഞ്ഞു, ഈ ഉച്ചക്ക് വിളമ്പി തന്നൊക്കെ അപ്പൊ തന്നെ നക്കാൻ ആരെ പറഞ്ഞു? ഇതല്ലപ്പോ ഈ പ്രശ്നം. ഇത് ചോറ്റുമ്പോ കൈ കിട്ടുമ്പോ തന്നെ മുമ്പുക്കും ബാക്കും നോക്കാതെ ഒന്നായിട്ട് അമുക്കാൻ ആരെ പറഞ്ഞു? എനിക്ക് നോമ്പുണ്ടെങ്കിൽ നോമ്പറക്കാനും കൂടിയല്ലോ തരണേ. ആരാ എന്നോട് നോമ്പ് കൊടുക്കാൻ പറഞ്ഞേ? ഇത് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഒറ്റ ചിരിച്ചുകൊണ്ടാണ് പോയി. നിങ്ങളോടൊന്ന് പറഞ്ഞോട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇഷ്കിന്റെ മഹബത്തിന്റെ ലഹരി അങ്ങോട്ട് തകർത്തിട്ട് ദീനിനെ ഒരു ഉണക്കലാക്കി ഇങ്ങനെ നിർത്തുക. അതന്നെ അള്ളാഹു. അതിന് കുറെ ഒച്ചപ്പാടുള്ള പ്രസംഗവും ചട്ടപ്പെട്ട കാക്കക്കൂട്ടില് കല്ലിട്ട് മതി. ഇതൊന്നുമല്ല ദീന്. ദീന് എന്ന് പറഞ്ഞാൽ അതിനൊരു ലഹരിന്റെ കുട്ടി, അതില്ലെങ്കിൽ ദീനില്ല. ആ ലഹരി മുഹമ്മദീയ മഹബത്തിന്റെ ലഹരിയാ. കണ്ടോ നിങ്ങൾ, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. മഹാനരായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സയ്യിദുൽ ഔലിയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൂടി ഇരിക്കുമ്പോ നാട്ടുകാർ വന്ന് റസൂലുള്ളാഹിനെ വളയുകയാണ്. രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോ സ്വന്തം നാട്ടുകാര് വന്ന് വളഞ്ഞ സമയത്ത് സയ്യിദുൽ ഔലിയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനെ മാറി മാറി നോക്കുകയാണ്. കടന്നു വന്ന നാട്ടുകാര് മുസ്തഫ നബിയെ സൽക്കാരത്തിന് ക്ഷണിക്കാനാണോ വന്നത്? ഒരുപാട് കാലമായി ആട്ടും കുത്തും പരിക്കും അപകടവും ഏഷണിയും ഭീഷണിയുമായി നടക്കുന്നു. ഈ പുന്നാര നബിയുടെ ദഅവത്ത് അംഗീകരിച്ചുകൊണ്ട് റിസാലത്തിന്റെ സത്യസാക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതാണോ എന്ന പ്രതീക്ഷയിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അബൂ ജഹലിനെ നോക്കുകയാ, ഉത്ബത്തിനെ കാണുകയാ, ഉത്ബത്തിനെ ശ്രദ്ധിക്കുകയാ, വലീദിനെ വാച്ച് ചെയ്യുകയാ, ശൈബത്തിനെ നോട്ടമിടുകയാ. എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നാണ്ടാവില്ല, എന്തിനാ വന്നത്? ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആലാനെ മുമ്പിൽ വെച്ചിട്ട് ശത്രുക്കൾ മുസ്തഫ നബിന്റെ തലക്കടിക്കുകയാണ്. അല്ലാഹുവേ, എന്തിനു വേണ്ടിയാണ്? എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ നൗഷാദ് മൗലവി പറഞ്ഞു, ഈ 2 ദിവസത്തെ പ്രഭാഷണവും ദഅവത്ത് മാത്രം തന്നെ. സാമ്പത്തികമായ ലക്ഷ്യമില്ല, പക്ഷേ നടത്തുന്ന സംഘാടകർ സാമ്പത്തികമായ ബാധ്യതയിലാകരുത് എന്നൊരു നിയ്യത്തുണ്ട്. റബ്ബേ, ഈ ദഅവത്ത് നീ വിജയിപ്പിക്കണേ അല്ലാഹ്. വാള് നടത്തിയിട്ട് അതിന്റെ പേരിൽ മുതലാളിമാരാവാൻ വേണ്ടി പ്രഭാഷണത്തിന്റെ പ്രളയം നടത്തുന്ന കാലത്ത് മുസ്തഫ നബിയുടെ മഹബത്തിന്റെ തിരികൊളുത്താൻ ഉള്ളിന്റെ ഉള്ളിൽ മദീനയെ തഴകി തലോടുന്ന ആശയങ്ങൾ മാടി വിളിച്ചപ്പോൾ ദൂരെ നിന്നും അടുത്തു നിന്നുമായി ഒഴുകിയെത്തിയ എന്റെ സ്നേഹപുഷ്പങ്ങൾക്ക് സമാനം ഈ പ്രവിശാലമായ സദസ്സിൽ പരന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, ഞാനും എന്റെ ഹൃദയം കൊണ്ട് നിന്നെ മാടി വിളിക്കട്ടെ. മദീനയിലേക്ക് ആശിഖീങ്ങളെ സ്വാഗതം ചെയ്തത് ഈ പാവപ്പെട്ട മുതല്ലിമല്ല, നദവി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരല്ല. മദീനയിലേക്ക് മുഹിബ്ബീങ്ങളെ ആശിഖീങ്ങളെ സ്വാഗതം ചെയ്തത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മൻ സാറനി, ആരെങ്കിലും എന്നെ സന്ദർശിച്ചാൽ അവൻ എന്നെ കണ്ടവനെ പോലെയാണ്. ഇന്നൽ ഈമാന ലയറിസുൽ മദീന വമാ തurisul ഹയ്യത ഇലാ ജുഹരിഹാ.
ഈമാൻ മദീനയിലേക്ക് പാമ്പ് അതിന്റെ മാളത്തിലേക്ക് വലയുമ്പോൾ ഈമാൻ മദീനയിലേക്ക് ചുരുണ്ടുകൂടുന്നതാണെന്ന് തെറ്റാത്ത നാക്കിന്റെ ഉടമ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുകയാണ് അന്നബി സല്ലല്ലാഹു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി അല്ലാഹ് 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 ആത്മാവിന്റെ ആലംബമേ, കൽബിന്റെ കവാടമേ, വിശ്വാസത്തിന്റെ അടിസ്ഥാനമേ, ഏകാന്തതയിലും ആശ്വാസമേ, രോഗിയുടെ ശമനിയേ, ജീവിതത്തിന്റെ സുഗന്ധമേ, പ്രപഞ്ചത്തിന്റെ പൊരുളേ, അല്ലാഹുവിന്റെ ഹബീബേ, കരയുടെയും കടലിന്റെയും പ്രതാപമേ, ഇഹലോകത്തിന്റെ ക്ഷേമവാക്യമേ, പരലോകത്തിന്റെ പ്രകാശമേ, നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം നാട്ടുകാർ കൂട്ടുകാരന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആക്രമിക്കുകയാ, റസൂലുള്ളാഹിന്റെ തലക്ക് അടികിട്ടുകയാ, റസൂലുള്ളാഹിന്റെ ഊരക്ക് ചവിട്ട് കിട്ടുകയാണ്, റസൂലുള്ളാഹിന്റെ കവിളിന് അടികിട്ടുകയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല പൊട്ടിയിട്ട് രക്തം പമ്പ് ചെയ്തിട്ട് മുഖം തിരിച്ചറിയാതെ രക്തമങ്ങ് വാർന്നു പോയപ്പോ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ മുഹമ്മദ് നബി ബോധരഹിതൻ തന്നെ. ഇവിടെ വെച്ചുകൊണ്ട് ആ രംഗൊന്നും മനസ്സുകൊണ്ട് കണ്ടോക്കാൻ നിങ്ങൾ. ഇതൊന്ന് ഉച്ചയ്ക്ക് ഞാനൊരു ഗ്രന്ഥത്തിൽ കണ്ടതാണ്. കൂട്ടുകാരന്റെ മുമ്പിൽ, ഹബീബിന്റെ മുമ്പിൽ, മെഹബൂബിന്റെ മുമ്പിൽ ഹബീബ് അടികിട്ടിയിട്ട് രക്തം വാർന്നിട്ട് ബോധം കെട്ട് കിടക്കാണ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് അടിച്ചിട്ട് ബോധം കെടുത്ത നാട്ടുകാരോട് ചോദിക്കാണ്, മനുഷ്യന്മാരെ, നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി? നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? എന്തിനാണ് ഈ ആളുകൾ അടിച്ചത്? എന്തിനാണ് ഈ മനുഷ്യന്റെ ചോര പൊട്ടിച്ചത്? എന്തിനാണ് അദ്ദേഹത്തിന്റെ കവിള് പൊട്ടിച്ചത്? ഏകനായ പർശവനിലേക്ക് നിങ്ങളെ ക്ഷണിച്ചത് കൊണ്ടാണോ? നരകത്തിന്റെ തീജ്വാലയിൽ നിന്നും അക്രമത്തിന്റെ കൂരിരുട്ടിൽ നിന്നും ധാർമ്മികമായ മേഖലയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചതിനാണോ? സ്വന്തം നാട്ടിലുള്ള അൽ അമീനായ എന്റെ മുത്തിനെ നിങ്ങൾ അടിച്ചുകൊണ്ട് പരിക്കേൽപ്പിച്ചുകൊണ്ട് ബോധം കെടുത്തിയത് നാട്ടുകാരെ എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ഉത്തുബത്ത് ആണ്ടുകൊണ്ട് നോക്കി അബൂബക്കർ സിദ്ദീഖിനെ കളിയാക്കാം. ഇതാരാന്ന് വെച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഹാദാ അബൂബക്കറിൻ മജ്നൂൻ, പിരാന്തം പോക്കരാ. നമ്മളെ ഭാഷയിൽ ഇതറിയില്ലേ? മുഹമ്മദിന്റെ കൂടെ നടക്കുന്ന പിരാന്തം പോക്കരാ. സുബ്ഹാനല്ലാഹ്. അടികിട്ടിയിട്ട് രക്തം വാർന്നൊഴുകിയ ചോരപ്പാടോട് മുസ്തഫ നബി കടന്ന സ്ഥലത്തു നിന്ന് ബോധം തിരിച്ചു വിട്ടിട്ട് എണീറ്റപ്പോ സിദ്ദീഖിനെ കൂട്ടിപ്പിടിച്ചില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞില്ലേ, അബൂബക്കറേ, നാളെ നമ്മൾ സ്വർഗത്തിൽ ഇപ്രകാരമാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒന്ന് തുടക്കത്തിൽ നമ്മൾ ദ്വാരക്കുക, അല്ലാഹു തആല അങ്ങനെ കൂട്ടിപ്പിടിച്ചു പോകുമ്പോ കൂടെ പിന്നാലെ കൂടുന്ന കുറെ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. പടച്ചവനെ, ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾ ഇൽമില്ലാത്തവരാണ്, ആഖിറസമാന്റെ ചണ്ടികളാണ്, ഞങ്ങൾ അമല് കുറഞ്ഞവരാണ്. പക്ഷേ ഈ ആഖിറസമാനിലും ഞങ്ങൾ നിന്റെ ഹബീബിന്റെ ഹുബിന്റെ കുപ്പായത്തിൽ മുറുക്കി പിടിച്ചവരാണ്, ആ കോന്തലയിൽ തൂങ്ങുന്നവരാണ് റബ്ബേ. അതുകൊണ്ട് മുസ്തഫ നബിയുടെ ജിവാറിൽ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ നേതാക്കൾ, ജീവിച്ചിരിക്കുന്ന നേതാക്കൾ എല്ലാവരെയും നീ പെടുത്തണേ തമ്പുരാനെ, നീ പെടുത്തണേ തമ്പുരാനെ. ബിന്നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിഖീങ്ങൾക്കും കാരുണ്യമല്ലയോ മുഹമ്മദ് മുസ്തഫ? കുഫാറിനും കാരുണ്യമല്ലയോ മുഹമ്മദ് മുസ്തഫ?
എല്ലാ അമ്പിയാക്കൾക്കും ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ അമ്പിയാക്കൾക്കും ദുആ ചെയ്താൽ സഡൻ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു ദുആയുടെ ചാൻസ് ഉണ്ടായിരുന്നു. കുല്ലു നബിയ്യിൻ ദഅവത, എല്ലാ പ്രവാചകന്മാരും അവരുടെ ദുആ നടത്തിപ്പോയി. നൂഹ് നബി അലൈഹിസ്സലാം അനുയായികൾക്കെതിരെ, ഖൗമിനെതിരെ ദുആ ചെയ്തു. ജലപ്രളയം കൊണ്ട് അവിശ്വാസികളെയും എതിരാളികളെയും പടച്ചോൻ നാമാവശേഷമാക്കി. മൂസാ അലൈഹിസ്സലാം ദുആ ചെയ്തു, ഈസാ അലൈഹിസ്സലാം ദുആ ചെയ്തു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന് ഇതിനേക്കാളൊക്കെ ദുആ ചെയ്യേണ്ട അവസരം കടന്നു വന്നില്ലോ, ത്വായിഫിൽ വന്നില്ലേ. കഅബ പരിസരത്ത് സുജൂദിൽ കിടക്കുമ്പോ ദിവസങ്ങൾക്ക് മുമ്പ് ചത്തുപോയി ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിന്റെ ജീർണിച്ച കുടൽമാല, പുഴുക്കളരിക്കുന്ന കുടൽമാല അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ കഴുത്തിലങ്ങ് ചാർത്തിയപ്പോ ഈ ദുആയുടെ അവസരമല്ലേ ഉപയോഗപ്പെടുത്തിയില്ല. ബദറിൽ ഉപയോഗപ്പെടുത്തിയില്ല, ഉഹദിൽ ഉപയോഗപ്പെടുത്തിയില്ല, റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ജൂതപ്പെണ്ണ് കാർക്കിച്ചു തുപ്പിയപ്പോൾ ഉപയോഗപ്പെടുത്തിയില്ല, അല്ലാഹുവിന്റെ റസൂലിനെ കരിമ്പാറക്കെട്ടുകൾ ഉരുട്ടിയിട്ടിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ഉപയോഗപ്പെടുത്തിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ആ ദുആ ഞാൻ പരലോകത്തേക്ക് നീട്ടിവെച്ചതാണ് എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ. റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ലിൽ ആശിഖീൻ നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ആ റസൂലുള്ളാഹിക്ക് മദീനയിലേക്ക് സ്വലാത്തിന്റെ സലൂട്ട് സമർപ്പിച്ചോ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സും ഈ സംസാരവും ഈ രാത്രിയും ഈ ചലനവും ഈ വേർപ്പും ഈ മൗനവും ഈ അദബും ഈ മനോഹാരിതയും ഈ ശാന്തതയും ഈ ശബ്ദവും ഈ സംഗമവും ഈ സന്തോഷവും ഈ സംഘാടനവും മദീനയുടെ റൗളായുടെ ഉദ്യാനത്തിൽ വെച്ചുകൊണ്ട് ഒപ്പിയെടുക്കുന്ന പ്രപഞ്ചത്തിന്റെ അത്ഭുതമേ നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ രാത്രിയിൽ സ്വലാത്തിന് പരിഹാരം കൊണ്ട് മറുപടി കൊണ്ട് പരിഹാരം നൽകാൻ ഒന്ന് കൽബ് തുറന്നോ, കൊണ്ട് ചലിപ്പിച്ചോ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു നേതാവിനെ കാണാൻ കഴിയില്ലട്ടോ, ഉറപ്പാണ്. ലോകത്ത് ഏതൊരാൾ മറ്റൊരാളെ സ്നേഹിക്കുകയാണെങ്കിലും അതിനൊക്കെ സ്വാർത്ഥത ഉണ്ട് എന്നാണ്. എന്താണെങ്കിലും ഒരു ഉമ്മ മകനെ സ്നേഹിക്കണതിൽ സ്വാർത്ഥത ഉണ്ട്. ഇന്ന് ഞാൻ ബലഹീനൻ, ഇന്ന് ഞാൻ ബലവാൻ, നീ ബലഹീനൻ, നാളെ നീ ബലവാൻ, ഞാൻ ബലഹീനൻ. അപ്പൊ ഇന്ന് ഞാൻ എന്നെ നോക്കും പോലെ നാളെ നീ എന്നെ നോക്കണം എന്നാണ് അതിന്റെ സൈക്കോളജി. ഇനിയൊരു ഉസ്താദ് ശിഷ്യനെ ഉഖറവിയായിട്ട് സ്നേഹിക്കുകയാണെങ്കിലും സ്വാർത്ഥത ഉണ്ടല്ലോ, പ്രത്യുപകാരം ഉണ്ടല്ലോ, പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ കുട്ടിനെ കൊണ്ട് എനിക്ക് ആഖിറ രക്ഷപ്പെടണം, അത് നല്ല നീയത്താണ്. എന്നാലും ആ കുട്ടിയിൽ നിന്ന് ഉപകാരം പ്രതീക്ഷിക്കുന്നില്ലേ? ഉണ്ട്. ജ്യേഷ്ഠ അനിയനെ സ്നേഹിക്കുകയാണെങ്കിലും, പിന്നെ ഭാര്യ ഭർത്താവിന്റെ കഥ പറയണ്ട, അത് പോക്കറ്റ് വീർത്താലേ ഒപ്പം ഉണ്ടാവുള്ളൂ. ഒന്ന് കാലിയാക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് കാലിയായിട്ട് കാലൊടിഞ്ഞിട്ട് പൊരി പോയി കിടന്നോക്കാൻ 4 ദിവസം വെള്ളം തരും. അനുഭവം പറയില്ല, കാലൊടിഞ്ഞിട്ടില്ല, ഓടിയിട്ടേ നിങ്ങൾ ദ്വാരക്കല്ലേ. പക്ഷെ നമുക്കൊക്കെ കുറെ വായിക്കാനും അനുഭവിക്കാനൊക്കെ കഴിയുന്നവരാണല്ലോ, ലോകാനുഭവങ്ങൾ വിലയിരുത്തുന്നവരുമാണ്. ഇന്നത്തെ ഈ സ്നേഹമൊക്കെ പണത്തിന്റെ മേലാണ്. എന്താ സംശയമുള്ളത്? ഒരു സംശയമില്ല, പണത്തിന്റെ പേരിലാണ്. ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ അങ്ങനെയാണ്. വാപ്പിയും മോനും. ഈ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്താണ് വെള്ളം കൂടിയ സമയത്ത് രാത്രിയിൽ 2 മക്കൾ കൂടിയിട്ട് ഒരു വാപ്പാനെ പുഴയിൽ കൊണ്ടുപോയിട്ട് താഴ്ത്തുമ്പോഴാണ് നാട്ടുകാർ കണ്ടത്. പുഴയിൽ കൊണ്ടുപോയിട്ട് താഴ്ത്താൻ സമയത്ത് നാട്ടുകാർ കണ്ടിട്ട് ഓടിക്കൂടിയിട്ട് ഈ കണ്ണ് കാണാത്ത വാപ്പ മനുഷ്യനോട് വെച്ചു, എവിടുക്കപ്പങ്ങൾ വന്നിക്കണെന്ന് വെച്ചു. അപ്പൊ ഇയാൾ പറയാണ്, മക്കളെ 2 കൂടി എന്നെ കുടുംബത്തിൽ കൊടുന്നാണ് പോയന്റെ അക്കത്തേക്ക്. എന്നിട്ട് താഴ്ത്തുമ്പോ ഇവരോട് വെച്ചു, ഇതെന്താ വാപ്പാൻ ഈ കടുങ്കയ്യാണ്. അപ്പൊ ഇവര് പറഞ്ഞാണ്, അത് വാപ്പ മരിച്ചിട്ടുണ്ട്, ഞാൻ ശ്വാസം മുട്ടിക്കിടക്കാണ്, മൂപ്പരാണ്ട് പോയാലേ പറമ്പളന്നെടുക്കാൻ പറ്റുള്ളൂ. മലപ്പുറം ജില്ലയിൽ സംഭവിച്ചാണ്. എവിടെയെന്ന് ഞാൻ പറഞ്ഞിട്ട് ആ നാട് എരപ്പാക്കണില്ല, അല്ലെങ്കിൽ ആ നാട് പറഞ്ഞിട്ട് സദസ്സിന്റെ ഹുർമത്ത് നഷ്ടപ്പെടുത്തുന്നു. ലോകം എങ്ങനെയാണെന്ന്, പണത്തിന്റെ പേരിൽ. അല്ലെങ്കിൽ ഇനി പണമൊന്നും ആഗ്രഹിക്കുന്നില്ല, ഉഖറവിയായിട്ടുള്ള പ്രതീക്ഷയാണെങ്കിലും അതിലൊരു പ്രത്യുപകാരം ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ വായിക്കണം, മുസ്തഫ നബി നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മളിൽ നിന്ന് എന്ത് ഉപകാരം കിട്ടാനുള്ളത്? നമ്മളൊക്കെ കൂടിയാണ് ദ്വാരന്നിട്ട് വേണം റസൂലുള്ളാഹിക്ക് രക്ഷപ്പെടാൻ. വേണം.
എന്തിനാണ് വാപ്പ മകനെ ഉമ്മ മകനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉമ്മത്തിനെ സ്നേഹിച്ചിട്ട് പ്രാസ്ഥാനിക കോട്ടയിൽ തീറ്റിപ്പോറ്റി മുഹമ്മദ് മുസ്തഫ? ഒരു ബ്രഷ് എടുക്കുമ്പോ നമ്മൾ ഓർക്കും മുഹമ്മദ് മുസ്തഫ. ബ്രഷ് എടുക്കുമ്പോ എന്നിട്ട് പറയും ലൗലാ നശുക്ക. അത് ആ ഹദീസിന് അർത്ഥം വെച്ച് പോലെ ഉള്ളു വായിക്ക്. ലൗലാ നശുക്കാര ഉമ്മത്തിൽ അമർത്തും ബിസ്സിവാക് ഇന്ദ കുല്ലി ഉളൂഇൻ വഫീ റിവായത്തിൻ ഇന്ദ കുല്ലി സ്വലാ. എല്ലാ ഉളൂഇന്റെ സമയത്ത് നിങ്ങൾ ബ്രഷ് ചെയ്യൽ നിർബന്ധമാണെന്ന് ഞാൻ പറയായിരുന്നു. പക്ഷെ അതവർക്ക് ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കൽപ്പിക്കണില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മളെ ബുദ്ധിമുട്ട് 1500 കൊല്ലം ഒപ്പിയെടുക്കാൻ ഒരു കാരുണ്യത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പിയെടുക്കുകയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമുണ്ടായത് മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്തെ ഏറ്റവും വലിയ സങ്കടമുണ്ടായതും മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷവും സന്താപത്തിന്റെയും സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും നന്മയുടെയും പാണ്ഡിത്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സത്യസന്ധതയുടെയും കാരുണ്യത്തിന്റെയും ദയവായ്പിന്റെയും നീതിയുടെയും മനുഷ്യപ്രകാശനമല്ലോ റസൂലുള്ളാഹി മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഉമർകാളിയുടെ ബൈത്താണ്. വല്ലാത്ത ഹൃദയം കവരുന്ന ബൈത്താണ്. ഈ ബൈത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരൊറ്റ പുള്ളിയുള്ള അക്ഷരയിലില്ല എന്നാണ്. ഞാൻ ഇതിന് മലയാളത്തിൽ ബൈത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിജയിക്ക് നിങ്ങൾ ദ്വാരക്കണം. ഇതിനൊക്കെ പ്രാസൊപ്പിച്ചിട്ട് മലയാളം ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ്. എനിക്കതിന് പാണ്ഡിത്യവും ഭാഷയില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇഷ്ക മൂത്തപ്പോ ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ പൊട്ടത്തര എഴുതി കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. ഒരൊറ്റ പുള്ളിയുള്ള അക്ഷരയിലില്ല. ഓരോ അക്ഷരം ഒരുപാട് ബൈത്തുണ്ട്. ലാഹൽ ഹിലാ മുസ്തഫാ നബി ഭൂമിയിലേക്ക് വന്നതിനെ കുറിച്ച് പറയാണ്. ലാഹൽ ഹിലാ ലോകത്തിന്റെ പ്രകാശമായ ചന്ദ്രൻ ഭൂമിയിൽ ഉദിച്ചു മുഹമ്മദ് മുസ്തഫ. ഒരാളാണ് ഉമർകാളിന്റെ ഒരു തരം സാഹിത്യ ഭാഷയാണ്. ഇത് ഉമർകാളി ഖുർആനിൽ നിന്ന് പഠിച്ചതാണ്. അള്ളാഹ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലേ? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. സിറാജൻ മുനീറൻ. സിറാജ് എന്ന് പറഞ്ഞാൽ കത്തുന്ന വിളക്കെന്നാണ്. പിന്നെ മുനീർ എന്ന് പറയണോ? കാരണം കേവലം സിറാജ് ഊതിയാ കെടുന്ന അള്ളാഹ്ക്ക് അറിയാം. പക്ഷെ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല. കേവലം സിറാജൊക്കെ ഊതിയ കെടാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്നും പറ്റൂല. പക്ഷെ മുനീറായ സിറാജ് ഉണ്ടല്ലോ, അത് ആര് കൂടി ഊതിയാലും കെടൂല. ആ മുനീറായ സിറാജാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അള്ളാഹ് എന്തൊക്കെയാ ഉപയോഗിച്ചത്? വല്ലുഹ. ലുഹ എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ആദ്യം തഫ്സീർ ഉദ്ധരിക്കണമെന്നോ. വല്ലുഹ റസൂലുള്ളാഹിന്റെ മുഖം തന്നെയാണ് സത്യം എന്നാണ്. പൂർവാഹനം തന്നെയാണ് സത്യം എന്ന അതിന്റെ ഒരു പ്രധാനപ്പെട്ട തഫ്സീർ. പൂർവാഹനം രാവിലത്തെ ആ പ്രകാശം തന്നെയാണ് സത്യം. പക്ഷെ ഇമാം റാസി പറയുന്ന അതിന് ഇങ്ങനെ ഒരു തഫ്സീറും കൂടി ഉണ്ട്. വല്ലുഹ റസൂലുള്ളാഹിന്റെ പ്രകാശമയമായ മുഖം തന്നെയാണ് സത്യം. വല്ലൈലി റസൂലുള്ളാഹിന്റെ മുടി തന്നെയാണ് സത്യം. അത് കളിക്കാനുള്ളതല്ല, ഖുർആൻ സത്യം ചെയ്തു. രാത്രി എന്ന് അതിന്റെ അർത്ഥം. പക്ഷെ അവിടെ മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നത് വല്ലൈലി അശ്ശാരിൻ നബി മുസ്തഫ നബിയുടെ മുടി തന്നെയാണ് സത്യം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ കാത്തിരക്ഷിക്കുന്നത് വരക്കാൻ ഒരു കാരണമുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു താല യഥാർത്ഥ ഇഷ്കിന്റെ ആൾക്കാരെ നമ്മൾ പെടുത്തട്ടെ. പറഞ്ഞോണ്ട് ഇഷ്ക് ഉണ്ടാവില്ല, പെരുമ്പറ ഉണ്ടാക്കിയോണ്ട് ഇഷ്ക് ഉണ്ടാവില്ല. ഇഷ്ക് കണ്ടില്ല. പിന്നെ ബാവുദ്ദീനരി ഉസ്താദ് ഇവിടെ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് അവര് നോട്ട് വെച്ച് മനസ്സിന്ന് മനസ്സിക്ക് കുറെ മരുന്നെന്ന് അവരങ്ങോട്ട് പോയി. ഒരു ജഗബോഗയില്ല, ഒരു വിപ്ലവം ഇല്ല, ഒരു ബഹളവും ഇല്ല. ഇനി അവര് പോയിട്ട് അവരെ ഈ ഭാഗത്ത് ഉറക്കം ദർസ് ഇങ്ങനെ. ഇത് ഉള്ളില് ഇഷ്ക് ഉണ്ട് എന്ന് പറയലും ഇഷ്ക് താങ്ങി അടക്കലും രണ്ടാണ്. അള്ളാഹു ഇഷ്ക് കൽബിൽ വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഇഷ്ക് കൽബിൽ വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മെ പെടുത്തട്ടെ. ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന പെങ്ങന്മാരെ, ഇന്ന് ഇഷ്കും മഹബത്തും സ്നേഹവും ബഹുമാനവും ഒക്കെ ട്രാക്ക് മാറി സഞ്ചരിക്കുകയാണ്. റബ്ബേ,
പണത്തിന്റെ പേരിൽ, സെക്സിന്റെ പേരിൽ എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന പെങ്ങന്മാരെ, തൊലിവെളുപ്പിന്റെ പേരിൽ സ്നേഹം മൂത്ത കാലമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ഒരൊറ്റ നിബന്ധനയിൽ, വ്യവസ്ഥതയിൽ, വീക്ഷണകോണിലൂടെ നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, തൊലി വെളുപ്പാണോ, മുഖകാന്തിയാണോ, ശരീര ഭംഗിയാണോ, ഇഷ്കിനും ഹുബ്ബിനും ഇക്റാമിനും ആകർഷണത്തിനും ലഹരിക്കും നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾ കയ്യിൽ വെച്ചോ. അത് വെച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മുഖകാന്തിയുടെയും ഭംഗിയുടെയും തൊലിവെളുപ്പിന്റെയും കാര്യത്തിലാണ് ഒരുത്തനെ നെഞ്ചിലേറ്റുന്നതെങ്കിൽ, ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള, ശോഭയുള്ള, വെളുവെളുപ്പ്, ചുവപ്പ് കലർന്ന് വെളുവെളുപ്പ് ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ ഭംഗിയാർക്കാണ്? അത് നബിയുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലോ. ഇതൊന്ന് ലോകത്തിന്റെ വിഷയം, ഇതൊരു മതത്തിന്റെ വിഷയമല്ല. ആണോ? ഇതൊരു മതത്തിന്റെ വിഷയമില്ല. ഇത് കക്ഷിപക്ഷ, മതവർഗ, ജാതിമത ഭേദമന്യ എല്ലാവർക്കും അറിയാം ഭംഗിയെ ഇഷ്ടപ്പെടുന്നത്. ഭംഗിയെ ഇഷ്ടപ്പെടുന്ന പറയാനൊരു പ്രസംഗം വേണ്ട. ഭംഗിയുള്ളതിനൊക്കെ ഇഷ്ടപ്പെടണം, മനസ്സ് കൊണ്ടുനടക്കണമെന്ന് പറയാൻ പ്രസംഗം വേണോ? വേണ്ട. അത് പ്രകൃതി തേടുന്ന ഒരു ലഹരിയാണ്. ഈ ഒരു വീക്ഷണ കോണിലൂടെ ചിന്തിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ഇഷ്ടം, പ്രണയം, പ്രേമം, സ്നേഹം, ആകർഷണം, ബഹുമാനം, വാത്സല്യം, ബന്ധം, അത് ലോകത്ത് വാങ്ങാൻ അർഹൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. കാര്യം അത് ആരാണ് പറയേണ്ടത്? നിങ്ങൾ ചിന്തിക്കണേ. അത് പറയേണ്ടത് കണ്ടവരാണ്. സ്വഹാബാക്കൾ പറയട്ടെ, മാ റഅയ്നാ ശൈഅൻ അഹ്സന മിൻ വജ്ഹി റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ മുഖത്തേക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവിനെയും ഞങ്ങൾ കണ്ടിട്ടില്ല. കണ്ടോല പറയുന്നത്, റസൂലുള്ളാഹിന്റെ മുഖത്തേക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവിനെ ഞങ്ങൾ കണ്ടിട്ട് തന്നെയില്ല. ഇനി നിങ്ങൾ ചിന്തിക്കണം. ആയിഷ ബീവി പറയട്ടെ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയട്ടെ, ഇരുട്ടത്ത് എന്റെ കയ്യിൽ നിന്നൊരു സൂചി അങ്ങ് വീണുപോയപ്പോ, ഇരുട്ടത്ത് നട്ടപ്പെട്ട സൂചി ഞാൻ പെറുക്കുന്ന സമയത്ത് കിട്ടാതെ വന്നപ്പോ, ആ റൂമിലേക്ക് കടന്നു വരുന്നു എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന ഭംഗിയുടെയും ശോഭയുടെയും പ്രഭാകിരണങ്ങൾ കാരണത്താൽ ഇരുട്ടത്ത് നഷ്ടപ്പെട്ട സൂചി ഞാൻ പെറുക്കിയെടുത്തു എന്ന് പറഞ്ഞത് സയ്യ പങ്കിട്ട സഹധർമ്മണി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയാണ്. റസൂലുള്ളാഹിനെ സാധാരണ മനുഷ്യനാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചിന്തിക്കാം, നമ്മളെ ഭാര്യമാര് ഇരുട്ടത്ത് സൂചിയല്ല ഒലക്ക് വീണിട്ട് തപ്പുമ്പോ അല്ല, നമ്മളാണ് കയറി എന്നാ കിട്ടാനുള്ളത് കിട്ടുക ചെയ്യാ, ഇല്ലാതാകുക ചെയ്യാം. സൂചി കുപ്പാത്തിന്റെ ബട്ടനും സൂചിനും ഒപ്പാണ്ട് പോയി നിട്ടാ. അങ്ങനെ പെണ്ണുങ്ങള് പൂര കൊഞ്ചിട്ട് ഇങ്ങനെ കുമ്പിട്ടിട്ട് തപ്പുക. അപ്പൊ ടൈറ്റ് പാൻറ് ഇട്ടിട്ട് തടിമാറങ്ങനെ കയറിയതാ, ഫാസ്റ്റ് ഫുഡും തട്ടിക്കാണ്ട് പുള്ളി കയറി മനസ്സാ കിട്ടാനുള്ള ഇല്ലാതാക്കാൻ വേണ്ടി കയറി നിങ്ങൾ പോയിടുന്നു. എന്നിട്ട് ഇവനാ പിറ്റേന്ന് പ്രസംഗിക്കുന്നു മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ്, സുഖമില്ല എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ടാവും, അതിൽ സ്വക്കടാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ ലോകത്തൊരു പെണ്ണിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ ആരെ മുമ്പിലും തിളങ്ങിയാലും രണ്ടാളെ മുമ്പിൽ തിളങ്ങൂല. ഒന്ന് ഒപ്പ യാത്ര ചെയ്യുന്ന ആളെ മുമ്പിൽ, ഡ്രൈവറാവട്ടെ, സേവകനാവട്ടെ, ആരാട്ടെ, വല്ലാതെ തിളങ്ങാൻ പറ്റില്ല. കാരണം മൂപ്പരെ കുറെ അപ്പത്തിലൊക്കെ ഇയാൾക്കറിയാം, ചിലപ്പം പൈസ കൊടുത്തിട്ട് പറയില്ലെന്ന് മാത്രം. രണ്ടാമത്തത്, ബെഡ്റൂമിൽ ഭാര്യന്റെ മുമ്പിൽ വല്ലാതെ തിളങ്ങാൻ പറ്റും. എനിക്കിപ്പോ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തിളങ്ങാൻ പറ്റും. എന്റെ കുറെയൊക്കെ കുറച്ച് ആശ്വാസമായി 4 പാട്ട് ഒരു ചരിത്രക്കാണ്ട് പറഞ്ഞാണ്ട് ഒരു ജഗപൊക്കെ ഉണ്ടാക്കിയാല് ആള് സർക്കറില്ല, നമ്മൾ കരുതിയമാരില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് അവിടുന്ന് ഒരു 3 മിമിക്രിയും കാണിച്ച് അവരും പറയും ഇതിപ്പോ എന്നെ മുമ്പിൽ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് എന്റെ മാലിൽ പോയിട്ട് ഞാൻ ജുമാന്റെ ശേഷം നന്നായിട്ടൊരു പൊട്ടിക്കൽ അടിച്ച കമ്മിറ്റിക്കാരെ ഇപ്പൊ അടുത്തൊന്നും പിരിച്ചുവിടണ്ട. എന്റെ കുട്ടികളെ മുമ്പിൽ ഞാൻ ഒരു ഹദീസിന് ഒരു വിശദീകരണം നടത്തി അവര് പറയും നല്ല ദർശായിട്ടുണ്ടെന്ന് പറയും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പുരയിൽ ബെഡ്റൂം പോയിട്ട് എന്റെ പെണ്ണുങ്ങളെ മുമ്പിൽ ഞാൻ ആരാന്ന് എനിക്കറിയോ? ഇല്ല, ഞാനാണ് ജലീൽ റഹ്മാനി എന്ന് പറയും. പോയി പണിയിട്ടു. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ തിളങ്ങാൻ ഒരുമാരിക്കാർക്കൊന്നും കഴിയില്ല. ഞാൻ മുമ്പ് ഒരു ഉസ്താദ് പറഞ്ഞേ കേട്ടിട്ടുണ്ട്, ഇത് ബുഖാരിയിലുണ്ടോന്ന് ചോദിക്കരുത്. ഒരു വലിയൊരു മഹാന്, ആളൊരു വലിയാണ്, എല്ലാരും മൂപ്പര് അംഗീകരിക്കുന്നുണ്ട്, പെണ്ണുങ്ങൾ മാത്രം അംഗീകരിക്കുന്നില്ല. മൂപ്പർക്ക് തോന്നി വൽപ്പത്തരം പെണ്ണുങ്ങൾ മുമ്പിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം.
മൂപ്പര് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ഇങ്ങനെ പെണ്ണിങ്ങനെ രാവിലെ തൂത്ത് വാരുന്ന സമയത്ത് മേൽക്കൂടി ഇങ്ങനെ പാറിയുന്ന. മേൽക്കൂടി പാറലൊന്നും അത്ഭുതമല്ല. നിങ്ങൾ അയ്യോ നോക്കണ്ട, നമ്മളതിന് ശ്രമിക്കാത്തോണ്ട് എല്ലാരും കൂടി ശ്രമിച്ചാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരും. മേൽക്കൂടി പാറപ്പ പരിചിന് പറ്റൂലേ, വെള്ളത്തിൽ കൂടി നടക്കാൻ തവളക്ക് പറ്റൂല. അതിപ്പോ മനുഷ്യൻ ചെയ്ത അത്ഭുതമൊന്നുമല്ല. അതിന്റെ ഒന്ന് ബാക്കിൽ കുപ്പിയിൽ വെള്ളം നിറച്ച് ഓടാനും നിൽക്കണം. അതൊക്കെ ഇപ്പൊ ആർക്കും പറ്റും. അത് അവിടെ ഇരിക്കട്ടെ. ഏതായാലും മൂപ്പര് അങ്ങനെ ഇസ്മയിലിട്ട് ഇങ്ങനെ പാറി. അപ്പൊ പെണ്ണിങ്ങനെ അടിച്ചു വരാൻ നോക്കി കിട്ടുന്നില്ല. മേലിന് മൂപ്പരിങ്ങനെ വിളിച്ചു, ഇതൊന്ന് കണ്ടിട്ടണല്ലോ. ശബ്ദം കേട്ടപ്പോ നോക്കി, പെണ്ണ് ചൂലൊക്കെ ഇട്ടിട്ട് ഓടി. അങ്ങനെ പെണ്ണുങ്ങളെ അവസ്ഥ അതാണ്. പെണ്ണുങ്ങൾ ഈ ഡ്രൈവിംഗ് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടാണ്. നാളെ ഒരു പെണ്ണ് അമ്പുമ്പ് കയറിയിട്ട് തമിഴ്ലോറിന് സൈഡാക്കിയപ്പോ ചാരിയപ്പോ വണ്ടിയിലെ ഡ്രൈവറൊക്കെ ഇറങ്ങി, പെണ്ണ് ഇറങ്ങണില്ല. കുറെ നേരം കഴിഞ്ഞിട്ട് ഇറങ്ങണില്ല. നോക്കുമ്പോ എന്താ അവിടെ ഇരുന്നുകാണ്ട് എല്ലാം എരപ്പയിക്കണം. എല്ലാം എരപ്പയിക്കണം എന്ന് പറഞ്ഞാല് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ സീറ്റിലിരുന്ന് നിർവഹിച്ചിരിക്കുന്നത്. അതാണ് ഇറങ്ങാത്തത്. കാരണം പെണ്ണുങ്ങളെ അവസ്ഥ അതാണ്. അവരെ പിടിച്ചിട്ട് വലിയ സ്ഥാനത്തൊന്നും കയറ്റാനും പറ്റൂല. ഏതായാലും ആവട്ടെ, സുബ്ഹാനമഞ്ചല്ല സുബ്ഹാനമഞ്ചല്ല. നിങ്ങൾ ചിന്തിക്കണം, പെണ്ണിന്റെ പ്രകൃതിയുടെ ഒരു അവസ്ഥ അതാണ്. അതാണല്ലോ നിങ്ങൾ ചിന്തിക്കണം. സുബ്ഹാനമഞ്ചല്ല. അപ്പൊ ഈ പെണ്ണിനെ ഇങ്ങനെ വിളിച്ചപ്പോ ആകെ അയറാനായി ചൂലൊക്കെ ഇട്ടിട്ട് ഓടിയെന്നാ പറയുന്നത്. ഇത് ഏതോ ഒരു വലിയ മഹാനാണ്. ഭർത്താവ് വന്നാ പറയണമെന്നാണ്. ഭർത്താവ് വന്ന സമയത്ത് ഇവള് പറഞ്ഞാലോ, ഇന്ന് ഈ ജമാലില് ജീവിക്കുന്ന ഏറ്റവും വലിയൊരു മഹാനെ ഞാൻ രാവിലെ കണ്ടിരിക്കുന്നു. ഇതാള് ഭർത്താവ് തന്നെയാണ്. ഇതൊന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കളി കളിച്ചത്. അപ്പൊ എന്തേന്ന് വെച്ചു, ആ വലിയ മഹാനാന്നുള്ളതിനെ ഈ തീരുമാനം എടുക്കാൻ കാരണം നമ്മൾ പെരന്റെ മുകളിൽ കൂടിയാണ് അള്ളാന്റെ ഇസ്മലിട്ട് പാറിയത്. അത് മഹാനല്ലെങ്കിൽ പിന്നെ ആരെ മഹാൻ? ഈ ശരിക്കും കണ്ടോ? ഞാൻ കണ്ടതാ നിങ്ങളുടെ പറയണത്, അല്ലാതെ തോന്നിയത് പറയല്ല. ശരിക്കും ഉറപ്പിച്ചോ? ഉറപ്പിച്ച് അത് മഹാനാന്ന് ഉറപ്പിച്ചോ? അത് മഹാനാന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അതിനേക്കാളും പൗക്കല് അതിന്റെ മേലൊരു മഹാനില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് വരി നമ്മൾ മൂപ്പരെ കൊണ്ട് ദ്വാരിപ്പിക്കുന്നു. മൂപ്പര് പറഞ്ഞേ, എന്നാലേ ഈ ദ്വാരിപ്പിക്കാൻ ആഗ്രഹിച്ച ആ വലിയ മഹാണ്ടല്ലോ, അത് ഞാൻ തന്നെയാണ്. നിങ്ങളത് അതന്നെയാണ് പാറുമ്പോ ഊരൊക്കെ ഒരു വളവ്. അപ്പ കണ്ടുപിടിച്ച് വളവ്. ഭാര്യമാരും വില കളിയൊന്നും പറ്റില്ല. ഭാര്യന്റെ മേൽ തണങ്ങ ആൺകുട്ടിക്കേ കഴിയുള്ളൂ. ഞാൻ സാന്ദർഭികമായിട്ട് ഓർത്തു പോവുകയാണ്. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ തന്റെ പ്രിയപ്പെട്ട മകളുടെ വീട്ടിൽ പാതിരാത്രിയിൽ കഴിയുമ്പോ ശംസുൽ ഉലമക്ക് എണീറ്റാല് ചുടുവെള്ളം കിട്ടേണ്ടത് മകളാണ് ഫ്ലാസ്കിൽ സംഘടിപ്പിക്കല്. എല്ലാ രാത്രികളിലും ഉപ്പച്ചിക്ക് ഫ്ലാസ്കിൽ ചുടുവെള്ളം സംഘടിപ്പിക്കാൻ ഫാത്തിമ തയ്യാറാണ്. പക്ഷേ രാത്രികളിൽ ഈ ഫാത്തിമ ഉറക്കൊഴിച്ചിട്ട് നോക്കുകയാണ്, വാപ്പ വെള്ളം കുടിച്ചോ? പാതിരാത്രിയിൽ പലപ്പോഴും വെള്ളം കുടിക്കുന്നില്ല. ഒരു ദിവസം ഉറങ്ങാതെ വാപ്പ കിടക്കുന്ന ഇരുട്ടുള്ള റൂമിലേക്ക് നോക്കി. അപ്പൊ തസ്ബീഹിന്റെ മാല മറിയുകയാണ്. ജനങ്ങളെല്ലാം സുഖനിദ്രയിലേക്ക് ആണ്ട് കൂർക്കം വലിക്കുമ്പോ ആ ഗ്രാമത്തിൽ രാത്രി 2:30 മണിക്ക് താടി നീണ്ട ഹൈബത്തിന്റെയും വഖാറിന്റെയും മുഖമുള്ള കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന വലിയുള്ളാഹി ശംസുൽ ഉലമയുടെ നീണ്ട മാല മറിയുകയാണ്. വെള്ളം കുടിച്ചോ എന്നറിയാൻ പ്രിയപ്പെട്ട മോളായ ഫാത്തിമ മുട്ടുകുത്തിയിട്ട് മെല്ലെ നിറങ്ങിപ്പോവുകയാണ്. എന്നിട്ട് കട്ടിലിന്റെ താഴെയുള്ള ചുടുവെള്ളം നിറച്ച ഫ്ലാസ്ക് എടുത്തിട്ട് പൊക്കി നോക്കി, വാപ്പ കുടിച്ചോ? ഫ്ലാസ്ക് പൊക്കി നോക്കുന്ന ശബ്ദം കേട്ടിട്ട് വലിയുള്ളാഹി ശംസുൽ ഉലമ കണ്ണു തുറക്കുകയാണ്. ചോദിച്ചു, മോളെ എന്താണ് നീ ചെയ്യുന്നത്? ഉപ്പാ, അങ്ങ് വെള്ളം കുടിച്ചോ എന്ന് ഞാനൊന്ന് പരിശോധിക്കുകയാണ്. ആ സമയത്ത് ശംസുൽ ഉലമ പറഞ്ഞു, മോളെ നീ പോയി കിടന്നുറങ്ങിക്കോ, എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ വെള്ളം കുടിക്കാം. ഈ പ്രിയപ്പെട്ട മോള് പിന്നീട് ഉപ്പയുടെ ജീവിത വിശുദ്ധിയുടെ ആ വലിയ വിസ്മയം ചിന്തിച്ചുകൊണ്ട് ഉറക്കമില്ലാതെ സുബഹി വരെ കഴിച്ചുകൂട്ടി അതിരാവിലെ ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മ, നമ്മുടെ ഉപ്പയ്ക്ക് ഉറക്കമില്ലേ ഉമ്മ? നമ്മുടെ ഉപ്പയ്ക്ക് ഉറക്കമില്ലേ ഉമ്മ? നമ്മുടെ ഉപ്പ ഉറങ്ങാറില്ല ഉമ്മ. ഞാൻ എപ്പോൾ നോക്കിയാലും ഉമ്മ ഉപ്പയുടെ തസ്ബീഹിന്റെ മാല മറിയുകയാണല്ലോ. ഉപ്പ ചുടുവെള്ളം കുടിക്കാറില്ലല്ലോ, വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഉപ്പാക്ക് രാത്രിയിൽ വെള്ളമില്ലേ ഉമ്മ? ഉപ്പാക്ക് രാത്രിയിൽ ഭക്ഷണമില്ലേ ഉമ്മ? ഉപ്പാക്ക് രാത്രിയിൽ ഉറക്കമില്ലേ ഉമ്മ എന്ന് ചോദിച്ചപ്പോൾ ശംസുൽ ഉലമയുടെ സാധർമ്മനെ പ്രിയപ്പെട്ട പുത്രിയോട് പറയുകയാണ്, മോളെ
ഉപ്പയെ നോക്കിയിട്ട് കാര്യമില്ല. നിന്റെ ഉപ്പ സാധാരണ ഉപ്പയല്ല. ഇന്ന് ശംസുലമയുടെ ഭാര്യ അടയാളപ്പെടുത്തുകയാണ്. റബ്ബേ, ഞങ്ങൾ അവിടുത്തെ മുഹിബ്ബീങ്ങളാണ് നാഥാ. ഇതിന്റെ സവാബ് വരക്കൽ മഖാമിലേക്ക് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവിടുത്തെ മദദ് കൊണ്ട് ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീക്കണേ റബ്ബേ. പലപ്പോഴും മദീനയിലെത്തിയ റൗള ശരീഫ് കണ്ട് കൊച്ചുകുട്ടിയെ പോലെ മാബൈന ബൈത്തി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന പരിശുദ്ധമായ പോരിശയാക്കപ്പെട്ട സ്വർഗീയമായ ഉദ്യാനത്തിലിരുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ശറഫാക്കപ്പെട്ട ശരീരം കിടക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയിട്ട് കൊച്ചുകുട്ടിയെ പോലെ വിരുമ്പിക്കറിയുന്ന വലിയുള്ളായി ആശിഖുർ റസൂൽ ശംസുൽ ഉലമാ. ഓ മുഅ്മിനീങ്ങളെ, ആ റസൂലുള്ളാഹിനോട് ഇഷ്ക് വേണ്ടേ? ആ റസൂലുള്ളാഹിനോട് ഇഷ്ക് വേണ്ടേ? ഓ പ്രിയപ്പെട്ട പെങ്ങള്, ആ റസൂലുള്ളാഹിനെ നെഞ്ചിലേറ്റണ്ട്, ആ റസൂലുള്ളാഹിനെ കൂടെ നടക്കണ്ട്, ആ റസൂലുള്ളാഹിന്റെ ആളാകണ്ട്, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണ്ടേ. ആ കയ്യൊന്ന് നെഞ്ചത്ത് തട്ടണ്ട്. കാലങ്ങളേറെയായി തേക്കിനാവിലൂടെ പരീക്ഷിക്കപ്പെടുന്ന ചെറുപ്പക്കാരാ, നിന്റെ കിനാവിൽ പാതിരാത്രിയിൽ ബെഡ്റൂമിൽ അതിഥിയായി പുഞ്ചിരിക്കണ്ട്. നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ, നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കിനാവിൽ പുഞ്ചിരിക്കണ്ടേ സഹോദരന്മാരെ. അല്ലാഹുവേ, അവിടുത്തെ പുണ്യമാക്കപ്പെട്ട പൊൻപ്രഭ തിളങ്ങുന്ന പ്രശോഭിതമായ മുഖം ഞങ്ങൾക്ക് നീ കാണിക്കണേ അല്ലാ, കാണിക്കണേ അല്ലാ. എത്രയാണ് സയ്യിദുൽ ഔലിയായി അബൂബക്കറിനെ സിദ്ദീഖ് സ്നേഹിച്ചത്, എത്രയാണ് ഉമറുൽ ഫാറൂഖ് സ്നേഹിച്ചത്, എത്രയാണ് പ്രപഞ്ചം സ്നേഹിച്ചത്, എത്രയാണ് കല്ല് മാമരങ്ങൾ സ്നേഹിച്ചത്, സസ്യലതാദികൾ സ്നേഹിച്ചത്, പക്ഷിപ്പറവകൾ സ്നേഹിച്ചത്, അമ്പിളി പോലും സ്നേഹിച്ചില്ലേ, സൂര്യൻ പോലും ബഹുമാനിച്ചില്ലേ, നക്ഷത്രങ്ങൾ പോലും അംഗീകരിച്ചില്ലേ, ആകാശഗംഗകൾ ബഹുമാനിച്ചില്ലേ, ഭൂമി മൗനമായി കൊണ്ടു നടന്നില്ലേ. പരിശുദ്ധ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാത്തത് ആരാണ്? അല്ലാഹുവേ, ആ സ്നേഹം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ഞാൻ സ്നേഹത്തിന്റെ ലഹരിയിലേക്ക് കടക്കാൻ ഞാൻ ഗേറ്റ് ഒന്ന് തുറന്നതാണ്, കൽബൊന്ന് തുറന്നു കിട്ടാൻ, ഇവിടെ ഇരുന്നു കൊണ്ട് മദീനയിലൊന്നെത്താൻ, മദീനയുടെ പച്ചക്കുപ്പയുടെ മുകളിൽ ഭാവനാലോകത്ത് മഹബത്തിന്റെ ചിറക് വെച്ചൊന്ന് പാറി പറക്കാൻ, മുത്തിനോടൊരു സലാം പറയാ. ഇന്നിൽ ചെയ്യാ ശ്രീഹസ്വഭാ يوما إلى أرض الهرم بلغ سلامي روضة فيها النبي المحترم أقبادنا مجروحة من سيفه دير المصطفى يا سيدي ارحم لنا يا سيدي ارحم لنا കാറ്റേ കാറ്റേ റോമയിലായി സുന്നറോ എത്തിക്കുമോ പാപ്പിയമേനിൽ നിന്നൊരോ അഭിവാദനങ്ങളായി ആത്മാവുകൾ നോവുകയാൽ നബിയേ യജമാനരേ കൃപ ചെയ്യണേ, യജമാനരേ കൃപ ചെയ്യണേ. അല്ലാ 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 അല്ലാ. പടച്ചവനെ, ആ സ്നേഹത്തിന്റെ കുളിർക്കാറ്റ് ഞങ്ങളിലേക്ക് നീ അയച്ചുവിടണേ തമ്പുരാനെ.
പടച്ചവനെ ഈ സ്വലാത്തും സലാമും കവിതയും മുസ്തഫ നബിയുടെ പരിശുദ്ധമായ റൗളയിൽ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവിടുത്തെ നദർ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ക്യാൻസറിൽ നിന്ന് സലാമത്താക്കണേ തമ്പുരാനെ. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ അവിടുത്തെ മുഹിബ്ബീങ്ങളിലും മുദ്ദാഹിലും ആശിഖീങ്ങളിലും ഈ പാവപ്പെട്ടവരെ പെടുത്തണേ അല്ലാഹ്. മക്കം ഫതഹിന്റെ സംഭവം ഹിജറ 8ാമത്തെ കൊല്ലം മക്കം ഫതഹ് സംഭവിച്ചു. കഅബ ശരീഫിൽ നിന്ന് വിഗ്രഹങ്ങളെ എടുത്തിട്ടു. അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ കഅബയെ പ്രദക്ഷിണം ചെയ്യുകയാണ്. 2 ദിവസം മുഹമ്മദ് നബിയെ കുറിച്ച് ക്രമീകരിച്ചുകൊണ്ട് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ അറ്റമില്ലാത്ത സമുദ്രമാണ്, ആഴമേറിയ പ്രപഞ്ചമാണ്, അതിരില്ലാത്ത പ്രകാശമാണ്. 2 ദിവസമല്ല, 20 ദിവസമല്ല, 20 കൊല്ലമല്ല, 200 കൊല്ലമല്ല, കൊല്ലം മുഴുവനുമല്ല, ലോകം മുഴുവനും പരിശ്രമിച്ചാലും മധു പറഞ്ഞു തീർക്കുക എന്നതിലപ്പുറം മധു പറഞ്ഞു തുടങ്ങാൻ കഴിയാത്ത വ്യക്തിത്വ പ്രതാപത്തിന്റെ അറ്റമില്ലാത്ത സാഗരമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ 2 മണിക്കൂർ മുഹമ്മദീയ സ്മരണയിൽ ധന്യമാക്കുക എന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി അന്വേഷകൻ എഴുന്നേറ്റുകൊണ്ട് എന്തൊക്കെയോ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. ഹിജറ പോയി മക്കം ഫതഹ് സംഭവിച്ചു, തിരിച്ചു വന്നു മക്കം ഫതഹ് സംഭവിച്ചു. അല്ലാഹുവിന്റെ റസൂൽ കഅബത്തിങ്കലെത്തി. അല്ലാഹുവിന്റെ റസൂലും അനുയായികളും കഅബയുടെ സ്വാധീനം ഏറ്റെടുത്തു, അധികാരം ഏറ്റെടുത്തു. മുസ്തഫ നബി പ്രഭാതത്തിൽ കഅബം പ്രദക്ഷിണം ചെയ്യുമ്പോ ഫളാലത്ത് ബിൻ ഉമൈർ എന്ന് പറയുന്ന ശത്രു കിങ്കരനത തന്റെ സുമുഖിയായ കാമുകയുമായി രതിക്രിയയുടെ കുശലം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് ശോഭയാർന്ന പ്രഭാമയമുള്ള പരിശുദ്ധമായ ഭംഗിയുള്ള ഹൈബത്തുള്ള വിശുദ്ധരായ പുണ്യനബി പ്രഭാത സമയത്ത് കഅബം പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫളാലത്തെന്ന കൊടുകിങ്കരൻ കാണുകയാ, കൊടും ഭീകരൻ ശ്രദ്ധിക്കുകയാ, ശത്രു ശ്രദ്ധിക്കുകയാ. ഫളാലത്ത് കാമുകിയോട് പറയുന്നു, പെണ്ണേ നമ്മുടെ രതിക്രിയക്ക് ആസ്വാദനം നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ സെക്സിന് ആസ്വാദനം മൂർച്ച കൂടണമെങ്കിൽ, നമ്മൾ ഒന്നുകൂടി മനസ്പരം കൽബും കൈയും ശരീരവും ഒന്നാകണമെങ്കിൽ, നമ്മുടെ ദർശനത്തിന് ടേസ്റ്റ് കൂടണമെങ്കിൽ, നമ്മുടെ സ്പർശനത്തിനും ചുംബനത്തിനും ഒഴിഞ്ഞ മനസ്സിൽ കുത്തുവീഴണമെങ്കിൽ, ആ പ്രദക്ഷിണം ചെയ്യുന്ന മനുഷ്യന്റെ തല അറുക്കാതെ ഈ ഫളാലത്തിന് സ്വസ്ഥതയില്ല, ഈ ഫളാലത്തിന് സ്വൈര്യമില്ല, ഈ ഫളാലത്തിന് സമാധാനമില്ല. അതുകൊണ്ട് പെണ്ണെ നീ ഇവിടെ നില്ല്, ഞാൻ ആ മുഹമ്മദിന്റെ തലയുമായിട്ട് കടന്നു വരാ, നീ ഇവിടെ നില്ലെന്ന് പറഞ്ഞ് കാമുകയുടെ സെക്സാസ്വാദനത്തിൽ നിന്ന് താൽക്കാലികമായി വിരാമം ചോദിച്ചുകൊണ്ട് ഫളാലത്തെന്ന കൊടും ശത്രു കിങ്കരനത കൂർത്തമൂർത്ത വാള് അരയിൽ പൂഴ്ത്തിവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലമോഹിച്ചുകൊണ്ട് കഅബ പരിസരത്തേക്ക് നടന്നു വരികയാണ്. സഹിഷ്ണുതയുടെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ പ്രവാചകൻ, ക്ഷമയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളാലത്ത് കഅബ പരിസരത്തേക്ക് കടന്നു വരികയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? തവാഫ് ചെയ്യുന്ന മുസ്തഫ നബിയുടെ ശിരസ് വെട്ടാൻ കാമുകയോട് സമ്മതം ചോദിച്ചുകൊണ്ട് ഞാൻ മുഹമ്മദിന്റെ ശിരസ്സുമായിട്ട് കടന്നു വരാമെന്ന് പുലമ്പിയിട്ട് കഅബയുടെ പരിസരത്തേക്ക് കൂർത്തമൂർച്ചയുള്ള വാള് ഊരയിൽ വെച്ച് അരയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ ആർത്തിയുമായി കടന്നു വരുന്ന ഫളാലത്ത് നല്ല തവാഫിന്റെ രൂപത്തിൽ നടക്കുകയാണ്. നടന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പെരടിയുടെ അടുത്ത് വെട്ടാനുള്ള പാകത്തിലെത്തിയിട്ട് വെട്ടാനുള്ള ഒരുക്കത്തിലങ്ങ് നിന്നപ്പോ മുമ്പിലേക്കും പിറകിലേക്കും ഒരുപോലെ കണ്ണുള്ള മുഹമ്മദ് മുസ്തഫ, ഒരുപോലെ കാഴ്ചയുള്ള മോചനത്തിന്റെ സ്വാഹിബായ അഷ്റഫുൽ വറാ നബി
നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാലത്തിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഫലാലത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കിയിട്ട് ആ പാൽപുഞ്ചിരിയിൽ നിന്ന് ശോഭ പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഫലാലത്ത് ഇബ്നു ഉമൈർ എന്ന കൊടും ശത്രുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഫലാലത്ത്, നീ എന്റെ പിന്നാലെ പതുങ്ങി വരാനുള്ള കാരണം എന്തേ ഫലാലത്ത്? ആ രംഗൊന്ന് മനസ്സുകൊണ്ട് കണ്ടോക്കി നിങ്ങൾ. ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് വാള് കൂരയിൽ അരയിൽ പൂച്ചി വെച്ചിട്ട് പതുങ്ങി പതുങ്ങി ഇങ്ങനെ വരുമ്പോ കൊല്ലാൻ അടുത്തെത്തിയപ്പോ തിരിഞ്ഞു നോക്കിട്ട് ചോദിക്കാണ്, ഫലാലത്ത്, എന്താ എന്റെ ലക്ഷ്യം ഫലാലത്ത്? അപ്പൊ ഫലാലത്ത് പറഞ്ഞു, ഞാൻ അങ്ങനെ ദിക്ർ ചൊല്ലിയും കൊണ്ട് തവാഫ് ചെയ്യാണ്, ഞാൻ അങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് തവാഫ് നടക്കും. അപ്പം പറഞ്ഞു, ഇതാണ് എന്റെ തവാഫെങ്കിൽ നീ പെട്ടെന്ന് പശ്ചാത്തപിച്ചോ ഫലാലത്തെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതാണ് നിന്റെ തവാഫെങ്കില് നീ പടച്ചവനോട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിക്കോ. ഫലാലത്തെ എന്ന് സഹിഷ്ണുതയുടെ ദൂതനായ കാരുണ്യത്തിന്റെ സമുദ്രമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ട താമസോ ഫലാലത്ത് പതറുകയാണ്. ഫലാലത്ത് പതറുകയാണ്. പതറുന്ന ഫലാലത്തിന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചത്തുനിന്ന് കൈവച്ചപ്പോ ഫലാലത്ത് അങ്ങോട്ട് കരഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ കാൽമേൽ അങ്ങോട്ട് വീഴാൻ. എന്നിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ നബിയേ, ക്ഷമിക്കണം യാ റസൂലല്ലാഹ്, ക്ഷമിക്കണം യാ റസൂലല്ലാഹ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ പ്രപഞ്ചത്തിൽ എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ വിദ്വേഷമുണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ ഈർഷ്യമുണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടായിരുന്നത്, എന്റെ ഏറ്റവും വലിയ ജന്മനാ ശത്രു നിങ്ങളായിരുന്നു നബിയേ. എന്നാൽ അങ്ങയുടെ കാൽ തുമ്പിൽ ചുംബിച്ചിട്ട് ഈ ഫലാലത്ത് മൂക്കെടുത്തപ്പോ അങ്ങയുടെ ശറഫാക്കപ്പെട്ട കൈ ഫലാലത്തിന്റെ നെഞ്ചിൽ തട്ടിയപ്പോ യാ റസൂലല്ലാഹ്, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ ഇഷ്ടമായത്, മധുരമായത്, ആകർഷണമായത്, ലഹരിയായത് അങ്ങാണ് നബിയേ. കൊല്ലാൻ വന്ന ഫലാലത്ത് ആ കടാരം മുസ്തഫ നബിയുടെ കയ്യിൽ കൊടുത്തിട്ട് കഴുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങയുടെ തല എനിക്കല്ല, എന്റെ തല അങ്ങേക്കാണ് യാ റസൂലല്ലാഹ്. ആ ഫലാലത്ത് മുസ്തഫ നബിയുടെ തിരുമുമ്പിൽ വന്നുകൊണ്ട് ദീന് സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ കാമുകി കാത്തിരിക്കുകയാണ്. മുഹമ്മദിന്റെ തലയുമായിട്ട് കടന്നു വരുന്ന കാമുകനെ കാത്തിരിക്കുന്ന കാമുകയുടെ അരികിലേക്ക് ആ കാമുകയുടെ സമീപസ്ഥാനത്തിലൂടെ നിശബ്ദനായി കടന്നു പോകുന്ന ഫലാലത്ത് തിരിഞ്ഞു നോക്കാതെ വന്നപ്പോ കാത്തിരിക്കുന്ന കാമുക വിളിച്ചു, തആൽ യാ ഫലാല, തആൽ യാ ഫലാല, ഫലാലത്തെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നോക്കിക്കോ ഫലാലത്തെ. ആ സമയത്ത് ഫലാലത്ത് പാടുകയാണ്, ഖാലത്തു ഹലുമ്മൈലൽ ഹദീസി ഫഖുൽതു ലാ യുബാ അലൈകിൽ അഹുൽ ഇസ്ലാമോ. കാലത്ത് അവൾ വിളിച്ചു, ഹലുമ്മയിലേക്ക്, അവളേക്ക് ചെല്ലാൻ വേണ്ടി വിളിക്കുകയാണ്. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാമുക എന്നെ വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇനി വരാൻ പറ്റൂല, ഇത് നിന്റെ അരികിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫലാലത്തല്ല, ഇപ്പോൾ ഫലാലത്ത് മാറിയിട്ടുണ്ട്. ഫലാലത്തിന്റെ മുഖം മാറിയിട്ടില്ല, ഫലാലത്തിന്റെ കൈകാലുകൾ മാറിയിട്ടില്ല, ഫലാലത്തിന്റെ നീളം മാറിയിട്ടില്ല, ഫലാലത്തിന്റെ മാതാവണ്ണം മാറിയിട്ടില്ല, ഫലാലത്തിന്റെ ജീവിതം മാറി. കാരണം ഫലാലത്തിന്റെ ഖൽബിൽ കയറിക്കൂടി മുഹമ്മദ് മുസ്തഫ.
ഫളാലത്തിന്റെ കൽബിൽ കയറിക്കൂടി സഹിഷ്ണുതയുടെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫളാലത്ത് പാടി അവൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു വരാൻ പറ്റൂല, ഇനി വരാൻ എന്റെ ദീന് സമ്മതിക്കൂല, ഇനി വരാൻ എന്റെ നേതാവ് സമ്മതിക്കൂല എന്ന് ഫളാലത്ത് തന്റെ കാമുകിയോട് പറഞ്ഞെങ്കിൽ കാമ്പസിൽ കണ്ട തൊലിവെളുപ്പുള്ള പെണ്ണിനെ മനസ്സിൽ പൂജിച്ചുകൊണ്ട് മൊബൈൽ കാറ്റിയിട്ട് തലച്ചോറിൽ കാറ്റിയിട്ട് ഒരു പെണ്ണിന്റെ വെളുവെളുപ്പിന്റെ മുമ്പിൽ കുടുംബാധിപത്യവും കുടുംബത്തിന്റെ അഡ്രസ്സും കുടുംബത്തിന്റെ തക്കവയും വല്യപ്പാന്റെ പേരും പെരുമയും വല്യമ്മാന്റെ ജനാംഗീകാരവും തകർത്തെറിഞ്ഞുകൊണ്ട് വെയിലി ചാടിപ്പോകുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, വെയിലി ചാടിക്കുന്ന പ്രണയത്തിന്റെ വലയിൽ പിശാചിന്റെ തോഴനായി മാറിയ ചെറുപ്പക്കാരാ, തൊലിവെളുപ്പിന്റെ ഉള്ള പ്രണയം മാംസബന്ധിതമായ പ്രണയമാണ്. ഏതോ ഒരു ചെറുപ്പക്കാരന്റെ പല്ലിളി കണ്ടുകൊണ്ട് ആ പല്ലിളിയിൽ വീണിട്ട് അവന്റെ പിന്നാലെ കുടുംബത്തിൽ ഉമ്മയെയും വാപ്പയെയും മറന്നുകൊണ്ട് പാതിരാവിന്റെ ഇരുട്ടിൽ പാഞ്ഞു പോകുന്ന പെങ്ങളെ, ഇവൻ പലരോടും ചിരിച്ചവനാ, ഇനിയും പലരോടും ചിരിക്കുന്നവനാ. നിന്നെ കാണുന്നതിന്റെ മുമ്പ് റോട്ടിൽ പല പെണ്ണുങ്ങളോടും അവൻ ചിരിച്ചിട്ടുണ്ട്. നിന്നെ കണ്ടപ്പോൾ നിന്നോടും ചിരിച്ചു എന്ന് മാത്രം ഇതവൻ നേരത്തെ പരിചയിച്ചൊരു സ്വഭാവമാണ്. നീയാകുന്ന തൊലിവെളുപ്പുള്ള പെണ്ണിനെ കണ്ടപ്പോൾ നിന്നോടും ചിരിച്ചു എന്ന് മാത്രം ആ ചിരിയിൽ വീണിട്ട് ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് കരുതിയിട്ട് അബൂദാബിയിൽ അറബിയുടെ ആട്ടും തുപ്പും സഹിച്ചിട്ട് നേരം പാതിരാവോളം പണിയെടുത്തിട്ട് ചോര നീരാക്കി എല്ലൊടിഞ്ഞിട്ട് പണിയെടുത്ത് കിട്ടിയിട്ടുള്ള കാശുകൊണ്ട് വാപ്പ അയച്ചു തന്ന 10 പവന്റെ മാല കഴുത്തിലൊടിഞ്ഞിട്ടോ പാതിരാത്രിയിൽ ഉമ്മാനെ ചതിച്ചുകൊണ്ട് വാപ്പയെ വഞ്ചിച്ചുകൊണ്ട് വീട്ടുകാരെ നാണിപ്പിച്ചുകൊണ്ട് നേര് ചാടുന്ന സമ്പ്രദായം അധികരിക്കുന്ന ലോകത്ത് ഞങ്ങൾ പറയട്ടെ, കശ്മലനില്ലേ, ആ കഴുകണില്ലേ, നിന്റെ ശരീരത്തിന്റെ തൊലിവെളുപ്പ് ആസ്വദിച്ചുകൊണ്ട് തീർന്നു കഴിഞ്ഞാൽ കറിവിലെ വേപ്പില പോലെ ചവച്ചു തുപ്പിയിട്ട് ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ കൊണ്ടുവന്ന് നിന്നെ തട്ടിയാൽ, അങ്ങാടിയിൽ പാതിരാവിന്റെ ഇരുട്ടിൽ നിന്നെ കൊണ്ടുവന്ന് തട്ടിയാൽ, പ്രിയപ്പെട്ട പെണ്ണ്, ഒരു കാമുകന്റെ വഞ്ചനയിൽപ്പെട്ടുകൊണ്ട് കുടുംബത്തെ പരാജയപ്പെടുത്തിയിട്ട് മഹല്ലിനെ മലീമസമാക്കുന്ന പെണ്ണേ, നിന്നെ ഇനി ഏറ്റെടുക്കാൻ ഒരു ആൺകുട്ടിയെ കിട്ടൂല്ല. അതുകൊണ്ട് വഞ്ചനയുടെ പ്രണയം കളിയാടുന്ന ഈ കാലത്ത് ഞങ്ങൾക്ക് ഈ ശീർഷകം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ പറയാനുള്ളത്, ഫ്രഷായ നിസ്തുല്യമായ സ്നേഹം വിളമ്പിക്കൊടുക്കാൻ മദീനയിൽ നായകനുണ്ട്. നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നബി ഉസ്താദ് സംസാരിച്ചതുകൊണ്ടോ ഞാനൊരു 5ാമത്തെ പരിപാടിയിലാണ് ഈ പങ്കെടുക്കുന്നത് കൊണ്ടോ എനിക്കാണെങ്കിലോ സ്വാഭാവികമായിട്ടുള്ളൊരു പനിയും കഫകെട്ടുമെന്നോ ചെറിയ രൂപത്തിൽ ഉപദ്രവിക്കുന്നത് കൊണ്ടോ ഇൻഷാ അല്ലാഹ് വിശാലമായി പരത്തിയിട്ട് നാളെ ഇസ്കുർ റസൂലിന്റെ മൈതാനം തുറക്കാൻ മലർവാടിയിലേക്ക് യാത്ര ചെയ്യാൻ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടെ ഇന്ന് മദീനയിലേക്ക് കൽബ് കൊണ്ടൊന്ന് ബന്ധപ്പെട്ടോ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ നമ്മെ എത്രയാ സ്നേഹിച്ചത് പൊന്നുമോനെ, നമ്മെ എത്രയാണ് നെഞ്ചിലേറ്റിയത് പൊന്നുമോളെ. അല്ലാഹുവിന്റെ റസൂലിന് പനി പിടിച്ചുകൊണ്ട് ഇത് ഞാൻ എന്റെ ചില പ്രസംഗത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണോ. പക്ഷെ ഇത് 1ഉം 2ഉം സ്ഥലത്ത് പറഞ്ഞാൽ പോരാ, ഇതൊരു 10,000-കണക്കിന് സ്ഥലങ്ങളിൽ പറഞ്ഞുകൊണ്ട് വഫാത്താവണം എന്നാണ് ഞാൻ കരുതുന്നത്. റബ്ബേ, മധുവിന്റെ കഥകൾ പറയാൻ ആഫിയത്തുള്ള ദീർഘായുസ് പാവപ്പെട്ട മുത്തല്ലിമിനോ അതുപോലെ വലിയ വലിയ അലിമീങ്ങളും പ്രഭാഷകന്മാർ ഞങ്ങൾക്കൊക്കെ നീ അവസരം നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2 ദിവസത്തെ പ്രഭാഷണത്തിൽ ഇസ്കിന്റെ പ്രഭാഷണത്തിന്റെ പര്യാവസാനത്തില് കൽബിന്റെ വാതിൽ മദീനയിലേക്കൊന്ന് തുറന്നു വെച്ച് ആ പാൽപുഞ്ചിരി കൽബിലൊന്ന് ഒട്ടിച്ചു വെച്ചുകൊണ്ട് ആ പുണ്യമാക്കപ്പെട്ട മുഖമില്ലേ, ആ പുണ്യമാക്കപ്പെട്ട വിരിയമില്ലേ, ആ ശറഫാക്കപ്പെട്ട ചുണ്ടില്ലേ, ആ ശറഫാക്കപ്പെട്ട മുടിയില്ലേ, ആ വിടർന്നു നിൽക്കുന്ന താടിയില്ലേ, ആ പരന്നു നിൽക്കുന്ന പുണ്യ പൂമുഖമില്ലേ,
അമ്പിളിയെ തോൽപ്പിക്കുന്ന പ്രകാശമല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിനെ നമുക്കൊന്ന് കാണണോ റബ്ബേ, നീ അവസരം നൽകണേ അല്ലാഹ്. പനി പിടിച്ചുകൊണ്ട് ക്ഷീണിച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഇടക്കിടക്ക് പറയൂ, ഉമ്മത്തേ, പള്ളിയിൽ രണ്ടാളെ സഹായത്തോടെ വന്നിരുന്നിട്ട് മുമ്പിലിരിക്കുന്ന അനുയായ വൃന്ദങ്ങളോട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള ഒത്തിരി കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോ പനി പിടിച്ച് ക്ഷീണിതനായി വിറച്ചിട്ട് മുസ്തഫ നബിയോട് വേർപാടിന്റെ നൊമ്പരത്തിലുള്ള സാരോപദേശങ്ങള് മർദ്ദശബ്ദരായി കേൾക്കുന്ന സഹാബാക്കളെ മുമ്പിൽ പറയാനുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ള മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന് എന്ത് പറ്റി, നമ്മുടെ ഹബീബിന് എന്ത് പറ്റി എന്ന നിലയില് സഹാബാക്കൾ ആ പുണ്യഭൂമുഖത്തേക്ക് മാറി മാറി നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് അതാ ബാഷ്പം നിറഞ്ഞൊഴുകിയിട്ട് ആ പരിശുദ്ധമായ കവിളിലൂടെ ചാലിട്ടൊഴുകുകയാണ്. താടിരോമത്തിലൂടെ ഉറ്റി വീഴുന്ന കണ്ണീര് ബാഷ്പങ്ങൾ തുടച്ചു നീക്കി അല്ലാഹുവിന്റെ റസൂൽ കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടി കരഞ്ഞപ്പോ മുമ്പിലിരിക്കുന്ന സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ സുഖമില്ലാതെ അങ്ങ് കരയുകയാണോ നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നീ ലവദിത്തു അന്നീ ലൗ റഅയ്തു ഇഖ്വാനീ ഫബകാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് രോഗത്തിന്റെ ക്ഷീണത്തിലോ വല്ലാതെ ഇളകാനും വല്ലാതെ പറയാനും നടക്കാനും ചലിക്കാനും കഴിയാതെ ക്ഷീണത്തിൽ പെട്ടുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടപ്പോഴോ അല്ലാഹുവിന്റെ റസൂൽ അവസാന സമയത്തുള്ള വാക്കുകളിൽ പറഞ്ഞ ഒരു വർത്തമാനമാണ്, ഇന്നീ ലവദിത്തു അന്നീ ലൗ റഅയ്തു ഇഖ്വാനീ. എനിക്കെന്റെ കൂട്ടാളികളെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. പനി പിടിച്ചുകൊണ്ട് വറക്കുന്ന ശരീരവുമായി, പനി പിടിച്ചുകൊണ്ട് ക്ഷീണിക്കുന്ന ശരീരവുമായി മുമ്പിൽ വന്നുകൊണ്ട് സാരോപദേശം നൽകി ഹബീബ് ആരെ കാണാൻ കൊതിച്ചിട്ടാണ് കരയുന്നത് എന്ന് തിരിയാതെ സ്വഹാബാക്കളിൽ ചിലർ എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളവിടുത്തെ സ്നേഹിതന്മാരല്ല നബിയേ, ഞങ്ങൾ മുമ്പിൽ തന്നെയുണ്ടല്ലോ നബിയേ. അങ്ങയുടെ സ്നേഹിതന്മാരായ കൂട്ടാളികളായ ഞങ്ങൾ മുമ്പിലുണ്ടാകുമ്പോ ആരെ കാണാൻ കുതിച്ചിട്ടാ അങ്ങ് പറയുന്നതെന്ന് റസൂലുള്ളാഹിനോട് സഹാബാക്കൾ ചോദിച്ചപ്പോ ആളുകൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ആളുകൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ആളുകൾക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാരാ, മുടിനിറച്ച് സമാധരണീയരായ കാരണവന്മാരെ, റോട്ടിലും സ്റ്റേജിലും സദസ്സിലും നിന്ന് കേൾക്കുന്ന മഹബൂബീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? ലസ്തും ബി ഇഖ്വാനി, ലസ്തും ബി ഇഖ്വാനി, നിങ്ങൾ എന്റെ സ്നേഹിതന്മാരല്ല, വലാകിന്നകും അസ്ഹാബി, നിങ്ങൾ അസ്ഹാബാണ്, നിങ്ങൾ ഇഖ്വാനല്ല. ഇഖ്വാനി ഖൗമ, എന്റെ സ്നേഹിതന്മാരൊരു വിഭാഗമാണ്, അവര് വന്നിട്ടില്ല, അവര് എന്നെ കണ്ടിട്ടില്ല, എന്റെ കാലത്ത് ജീവിക്കുന്നവരല്ല, എന്റെ കാലത്ത് എന്നെ തൊടുന്നവരല്ല, എന്റെ കാലത്ത് എന്നെ കാണുന്നവരല്ല, എന്റെ കാലത്ത് എന്റെ പ്രഭാഷണം ശ്രവിക്കുന്നവരല്ല, എന്റെ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളല്ല, പിന്നീട് വഴിയേ വരുന്ന എന്റെ കൂട്ടുകാരാണ്. പക്ഷെ കണ്ടപ്പോഴേക്ക് എന്നെ മനസ്സിൽ വെച്ചവരാ, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവരാ, എന്റെ മതിൽ തലയിൽ കയറിയവരാ, എന്നോർത്ത് കരയുന്നവരാ, എന്നെ കണ്ടുകിട്ടാൻ ആഗ്രഹിക്കുന്നവരാ. അങ്ങനൊരു വിഭാഗം എനിക്കും നിങ്ങൾക്കും ശേഷം ഇവിടെ വരാനുണ്ട്, അവരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ പറഞ്ഞുകൊണ്ട് വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കറഞ്ഞു ഉമ്മത്തിൽപ്പെട്ട മുഹബ്ബീങ്ങളെ കാണാൻ കൊതിച്ചുകൊണ്ട് വിതുമ്പിയ ഐനുർ റഹ്മത്തായ മുഹമ്മദ് മുസ്തഫ ഉമ്മത്തിനെ കാണാൻ കൊതിച്ചുകൊണ്ട് കരയുകയാണ്.
ഇനി നമ്മൾ ചിന്തിക്കണം. സഹാബാക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെയല്ല ഉദ്ദേശിക്കുന്നത്, എന്നെ കാണാതെ കേൾക്കുമ്പോഴേക്ക് വിശ്വസിച്ച ഒരു വിഭാഗത്തിനെയാണ്. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഈ പാവങ്ങളെ പെടുത്തണേ തമ്പുരാനേ. ഇതിനു വേണ്ടിയാണ് ഇന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്നിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് വരുന്നത്. വളരെ ക്ഷീണിതനായതുകൊണ്ട് ഒരു ചെറിയ പ്രയാസമുണ്ട്. പക്ഷെ ഹുബ്ബായതുകൊണ്ട് പ്രയാസം നോക്കാതെ ഞാൻ സംസാരിക്കണം. നാളെ നമുക്ക് വിശാലമായിട്ട് പറയാനുള്ള അവസരം നൽകട്ടെ. ഇന്ന് ഇതിനു വേണ്ടി ദ്വാരക്ക. ഇതിനൊരു അടയാളുണ്ട്. അത് ഞാൻ ഇരുന്നിട്ടേ പറയുള്ളൂ. ഇരിക്കുമ്പോഴാ മനസ്സൊന്ന് തുറക്കുക. ഒരു 5-10 മിനിറ്റ് നിങ്ങളൊക്കെ അവിടെ ഇരിക്കണം. ഇതിനൊരു അടയാളുണ്ട്. അത് നമ്മളിൽ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ അല്ലാഹു തആല ഉണ്ടാക്കി തരട്ടെ. ബ്ലഡ് ക്യാൻസർ ഉള്ള ഒരു ചെറിയ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാർപ്പ് തലക്ക് വീണിട്ട് മരിച്ചുപോയ ഒരു സഹോദരന് വേണ്ടിയിട്ട്, മറ്റൊരു ഐസിയിൽ കിടക്കുന്ന ഒരു പ്രിയപ്പെട്ട ഗുണകാംക്ഷയ്ക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ ഇവിടെ ഒരു തേന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് മദ്ഹൂർ റസൂൽ ഹുബ്ബുർ റസൂലിന്റെ സാസും തരുന്ന തേനാണ്. മുമ്പ് ഞാൻ പാണക്കാട് വാള് പറഞ്ഞുകൊടുക്കുമ്പോ ഇതേപോലത്തെ തേന്, നെല്ലിക്ക തേനിൽ ഒഴിച്ചിട്ടാണ്, മധുരമുള്ള നെല്ലിക്കാണ്, തേനിൽ ഒഴിച്ചു വെച്ച നെല്ലിക്കാണ്. ഇങ്ങനത്തെ ഇതേപോലത്തെ ഇത്ര വലുപ്പം ഇതേ ബോട്ടില് പാണക്കാട് വാള് പറഞ്ഞു നോക്കുമ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരാൾ. അപ്പൊ തങ്ങന്മാര് സ്റ്റേജിലുണ്ട്. ഞാൻ തങ്ങളോടൊന്ന് മന്ത്രിക്കാൻ പറഞ്ഞു. തങ്ങള് പൊളിക്കാൻ പറ്റൂല തന്നെ, ഇതിന് മൂടിന്റെ മേൽക്കൂടി ഓദ്യം മതി ഊതി. ഞാൻ തന്നെ ആ തേന ഏറ്റെടുത്തു. എത്ര പൈസക്കാന്ന് അറിയില്ല, കാരണം അത് പെണ്ണുങ്ങളും പറഞ്ഞാൽ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റെടുത്തപ്പോ എനിക്ക് സത്യം പറയാം, എനിക്കപ്പോ ഒരു സോക്കറുണ്ടായിരുന്നു. ഇന്നെ തൊണ്ട ഭയങ്കര വേദന. ഒന്ന് ഈ സെറ്റിങ്സ് ശരിയില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ഉഷാറാട്ടോ, ഞാൻ പറഞ്ഞല്ല, സെറ്റിങ്സ് ശരിയില്ലാത്തതുകൊണ്ടാണ് തൊണ്ട ഭയങ്കര വേദന. എങ്ങനെ വേദനിച്ചിട്ട് ഓരോ അക്ഷരങ്ങൾ പറയുമ്പോഴും വേദനയുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ തോന്നുന്നു, പഠിച്ചോനെ ഇത് റസൂലുള്ളാഹിന്റെ സാസാണ്, പാണക്കാട്ടിൽ നിന്ന് വാങ്ങാണ്. ഒറ്റ നെല്ലിക്കുന്നപ്പോ തന്നെ അന്ന് ആ സോക്കട് മാറിയതാ, 2.5 കൊല്ലമായി. പിന്നെ ഉണ്ടായി ഹബീബ നബിയുടെ സാസാണ്. ഇന്ന് രാവിലെ എന്നോട് ഒരാൾ പറഞ്ഞു, ഇന്ന് രാവിലെയാണോ അതോ ഇന്നലെ രാത്രിയാണെന്ന് ഓർമ്മയില്ല, പറഞ്ഞു 3.5 വയസ്സുള്ളൊരു കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. നിങ്ങൾ ഇന്ന സ്ഥലത്ത് ആള് പറഞ്ഞപ്പോ തേന് വിതരണം ചെയ്തില്ലേ, അവിടെ ഒരു തേന് വാങ്ങിയിട്ട് കൊണ്ടുകൊടുത്തു. ആ കുട്ടിന്റെ സൊക്കടൊക്കെ മാറിയെന്ന്. ആളെ അഡ്രസ്സും പേരും നമ്പറൊക്കെ എന്റെ അടുത്തുണ്ട്. സനദില്ലാത്ത നമ്മൾ വിളമ്പൂല, നമ്മളല്ല, എല്ലാം ഉണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ സദസ്സാണത്, വെറുതാവൂല. ഇത് കോമാളി പറയല്ല, ഇത് ബഡായി വിടല്ല, ഇത് നമ്മളാരും വലുപ്പല്ല, നമ്മളൊന്നിനും പറ്റാത്ത ചെറുതാണ്. പക്ഷെ മുസ്തഫ നബി വലുതാണ്, അഡ്രസ് വലുതാണ്. അത് മുഹമ്മദ് മുസ്തഫ. അതിൽ തീരാത്തൊന്നുമില്ല. അതുകൊണ്ട് ഇതാർക്കെങ്കിലും വേണമെങ്കിൽ ഇത് വലിയ മരുന്നായിട്ട് പറയുന്നുണ്ട്. താൻ അല്ലെങ്കിലോ നല്ലതാ. പിന്നെ നെല്ലിക്കന്റെ കാര്യം ഞാൻ പറയണ്ട, രണ്ടും കൂടി മിക്സഡ് ആയിട്ട് അൽഹംദുലില്ലാ മദ്ഹൂർ റസൂലിന്റെ ശാസനം അങ്ങോട്ട് തരികയാണ്. ഒരു പക്ഷേ ലക്ഷക്കണക്കിന് കാശ് ചെലവഴിച്ചിട്ട് മാറാത്ത രോഗത്തിന്റെ മാറാപ്പ് പേറി നടക്കുന്ന ആരെങ്കിലും ശാസ്ത്രത്തിലുണ്ടെങ്കിൽ നല്ല നെയ്യത്ത് വെക്കാം. റബ്ബേ, നീ ഷിഫണ്ട് എന്ന് പറഞ്ഞ തേനായിലുണ്ട്, നെല്ലിക്കയിലുണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ ശാസനാണ് പോണത്, എനിക്കതൊരു വിഷയമില്ല. ഇനി ഒരു സോക്കടില്ലെങ്കിലും പടച്ചോനെ എനിക്ക് 2 ലോകം രക്ഷപ്പെടുത്താൻ നെയ്യത്തിൽ ഞാൻ വലിയൊരു സംഖ്യ ഒന്നും പറയണില്ല, ഒരു ചെറിയ സംഖ്യ പറയാം. 1000 റുപ്യക്ക് ഇത് വാങ്ങുന്ന ആളുകൾ ഒന്ന് എണീറ്റിട്ട് പറയാം, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളായാലും വേണ്ടിയില്ല. ദുനിയാവും ആഖിറവും വിജയിക്കണം, ഇവിടെ അവിടെയും ക്ഷേമം കിട്ടണം, രോഗങ്ങളിലൊക്കെ രക്ഷപ്പെടണം, കടങ്ങളൊക്കെ വീടണം, പ്രയാസങ്ങളൊക്കെ നീങ്ങണം, എനിക്ക് ഇസ്സത്ത് കിട്ടണം. അത് ഇൻഷാ അല്ലാഹ് ഈ പാതിരാത്രിയിൽ നിന്റെ ഹബീബിനെ പറയുന്ന സ്ഥലത്തിൽ കിട്ടും എന്ന പ്രതീക്ഷയിൽ പടച്ചവന്റെ പൊരുത്തവും ഇജാബത്തും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാളൊന്ന് എണീറ്റിട്ട് 1000 റുപ്യ, അൽഹംദുലില്ലാ കുറെ ആൾക്കാർ എണീറ്റുന്നു, ഒരു 5 ആളെ ഞാൻ കണ്ടു. അതിൽ ആദ്യം എണീറ്റ ആളെങ്ങോട്ട് വരും ഇൻഷാ അല്ലാഹ്, ആദ്യം എണീറ്റ ആളെങ്ങോട്ട് പോരും ഇൻഷാ അല്ലാഹ്. അതങ്ങോട്ട് പോണ എല്ലാം ഇങ്ങോട്ട് കിട്ടണ പൈസ ഇൻഷാ അല്ലാഹ്. അള്ളാഹ് ഹൈറും ബർക്കത്തും ചെയ്യട്ടെ, അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ, അവരുടെ പ്രയാസങ്ങൾ നമ്മുടേതും അള്ളാഹു തീർത്തേട്ടെ. അള്ളാഹു മുസ്തഫ നബിയുടെ ജിവാറിലായി സ്വർഗത്തിൽ അവരെ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകൾ നീച്ചു വേണമെങ്കിൽ നാളെ ഒരു 63 കുപ്പി ചെറിയ തേന്റെ ബോട്ടിൽ കൊടുത്താൽ മതി. എല്ലാവർക്കും നാളെ തേന് കൊടുക്കാം. ഇന്ന് ഞാൻ വളരെ ക്ഷീണിതനാണ്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതൊന്നും റസൂലുള്ളാഹിനെ കുറിച്ച് ഒന്നുമല്ല. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പരത്തി പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ അതിരാവിലെ എനിക്ക് നിലമ്പൂർ ഒരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് എത്തും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് പരത്തി പറയണം. ഇവിടെ ഒറ്റ കാര്യം, ഈ ലക്ഷണം നമ്മളിൽ ഉണ്ടോയെന്ന് പരിശോധിക്കാം.
ആരെ കാണാൻ അൽഹംദുലില്ലാഹ് 1000 റുപ്യ പദ്ധതി നന്ന് അല്ലാഹു കബൂലാക്കട്ടെ. ആരെ കാണാൻ കൊതിച്ചിട്ടാണ് മുഹമ്മദ് മുസ്തഫ? ഒന്നുറക്കെ പറയൂ, മുഹമ്മദ് മുസ്തഫ. ഞാൻ ഒരാഴ്ച മുമ്പ് മരിച്ചുപോയ രണ്ടത്താണി ഹംസ സാഹിബിനെ ഓർക്കുകയാണ്. എന്റെ തന്നെ വേദിയിൽ പലപ്പോഴും ഹുബ്ബുർ റസൂലിന്റെ പാട്ട് പാടാൻ വേണ്ടി ഒന്ന് ക്ഷണിച്ചാൽ മടിയില്ലാതെ എന്റെ വണ്ടിയിൽ ഓടിക്കാരി കരച്ചോടിക്കാരി കൂടിയിരുന്ന എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ ഹംസ സാഹിബ്, യാ നബിയ റസൂലേ ശഫീഉൽ വറാ സകല അംബിയ മുർസൽക്കും ഖൈറുൽ വറാ റഹ്മത്തായുള്ള ആലത്തിന്നൂറുൽ ഹുദാ സല്ലി യാ റബ്ബി സല്ലി വസല്ലിം അലാ. പുണ്യ ആമക്ക ഭൂമിയിൽ പൂജാതരായി അന്ന് ഇസ്ലാമിൻ തത്വങ്ങൾ പ്രത്യക്ഷമായി അന്ന് തീർച്ച ഹുബ്ബുർ റസൂലിൽ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും അദാബ് ഖബറിലുണ്ടെങ്കിൽ പടച്ചോനെ നിന്റെ ഹബീബിനെ കുറിച്ച് കുറെ പാടിയ ഒരാളാണെന്നുള്ള ഒരു കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ അദാബ് ഒഴിവാക്കിയിട്ട് സലാമത്ത് കൊടുക്കണേ റബ്ബേ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, കവിതയിലൂടെയും വാക്യങ്ങളിലൂടെയും നോട്ടത്തിലൂടെയും ചിന്തയിലൂടെയും മനനത്തിലൂടെയും വിചാരത്തിലൂടെയും വികാരത്തിലൂടെയും മോഹത്തിലൂടെയും നാം പറന്ന് പാറി ഓടിയണേണ്ട വിശുദ്ധമായ സ്നേഹത്തിന്റെ തലതല്ലി തകരേണ്ട ഇടമാണ് പരിശുദ്ധമായ മദീന. ആശിഖീങ്ങൾ നിറകണ്ണുകൾ സമർപ്പിക്കുന്ന സ്ഥലമാണ്. ബഹുമാനപ്പെട്ട നദവി ഉസ്താദ് പറഞ്ഞില്ലേ, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഇതിന് യുഎഇയിൽ കാണാം, സൗദിയിൽ കാണാം. ഒമാനിൽ റബീഉൽ അവൽ പ്രമാണിച്ചുകൊണ്ട് 300 തടവ് പുള്ളികളെയാണ് ജയിൽ മോചിതരാക്കിയത്. മുസ്തഫ നബിയോടുള്ള സ്നേഹം കൊണ്ട് ഒമാനിൽ 300 തടവ് പുള്ളികളെയാണ് ജയിൽ മോചിതരാക്കിയത്. റഹ്മത്തുൽ ലിൽ ആലമീൻ ബഹുമാനിച്ചുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ആരെ കാണാൻ കൊതിച്ചിട്ടാ കരയുന്നതെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബാ? അവരെല്ലാവരും ആരെയാണ് അല്ലാഹുവിന്റെ റസൂൽ കാണാൻ കൊതിച്ചതെന്നറിയാൻ ജിജ്ഞാസയോടെ നിൽക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, ഞാൻ കാണാൻ കൊതിച്ച് കരഞ്ഞതൊരു വിഭാഗമാണ്. അവർക്കൊരു ലക്ഷണമുണ്ടേ, ഞാൻ കാണാൻ കൊതിച്ച് കരയുന്നവർക്കൊരു ലക്ഷണമുണ്ട്, അവര് എന്നെ കാണാൻ കൊതിക്കുന്നവരുമാണ്. എന്നെ ഒന്ന് കണ്ടുകിട്ടിയാൽ ഭാര്യമാരവർക്ക് പ്രശ്നമല്ല, മക്കളവർക്ക് പ്രശ്നമല്ല, കച്ചവടം അവർക്ക് പ്രശ്നമല്ല. എന്നെ ഒന്ന് കണ്ടുകിട്ടിയാൽ എന്നാഗ്രഹിച്ചുകൊണ്ട് ആ തപ്പിക്കുന്ന കൽബുമായി നടക്കുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം മുദ്ദാഹ് മുഹിദ്ദീങ്ങൾ ആശിഖീങ്ങൾ വരാറുണ്ട് സ്വഹാബാ. അവരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയെ കരയിപ്പിച്ചുകൊണ്ട് ദുഃഖത്തോടെ നമ്മെ ഓർത്ത് കരഞ്ഞില്ലേ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ചെറുപ്പക്കാരാ, ഈ നേതാവിനെ തിരിച്ചു സ്നേഹിക്കണ്ടേ. ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള സമയം ഏതാണ്? റസൂലുള്ളാഹിനെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും പവിത്രമായ സന്തോഷമുള്ള ആനന്ദതുന്ദിലമായ ആഹ്ലാദഭരിതമായ അവർണ്ണനീയമായ സമയമാണ് മിഅ്റാജിന്റെ രാത്രിയിലെ ഖാബ കൗസൈൻ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ മുമ്പിലിരിക്കുമ്പോ മുസ്തഫ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തില്ലേ? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. മുസ്തഫ നബി അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചില്ലേ? തിരിച്ച് റഹ്മാനായ റബ്ബി ഇങ്ങോട്ടും കൊടുത്തില്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യം വാങ്ങിയില്ലേ? ആ സമയത്ത് മുസ്തഫ നബി നമ്മെ ഓർത്തില്ലേ? പടച്ചവനെ, ഭൂമിയിൽ നിന്ന് നിന്നെ കാണാൻ വന്ന ഈ മുഹമ്മദായ എനിക്ക് മാത്രം പോരാ. സലാമത്തു റബ്ബേ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പടച്ചവനെ, എനിക്ക് മാത്രം പോരാ, സകല സച്ചരിതർക്കും വേണമേ തമ്പുരാനെ, സകല സാലിഹീങ്ങൾക്കും വേണമേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷമുള്ള സമയത്ത് ഉമ്മത്തിനോർത്ത മുഹമ്മദ് മുസ്തഫ. ഇനി ഏറ്റവും വലിയ ദുഃഖത്തിന്റെ ആശക്കങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? ഈ ലോകത്തൊരു ആശക്കിന്റെ ഏറ്റവും വലിയ മുസീബത്ത് എന്താണ്? മുസ്തഫ നബിയെ കണ്ടുകിട്ടിയില്ല എന്നതാണ്. ദുനിയാവിലേക്ക് വന്നപ്പോ റസൂലുള്ള പിരിഞ്ഞു എന്നതാണ് ഒരു ആശക്കിന്റെ ഏറ്റവും വലിയ മുസീബത്തെങ്കിൽ ആ മുസീബത്തിന്റെ പ്രയാസം അവൻ നികത്തിയിട്ട് വിടവ് നികത്തുന്നത് സ്വലാത്ത് കൊണ്ട് മനാമിൽ സംഘടിപ്പിക്കുമ്പോഴല്ലേ, ക്ഷണിച്ചു വരുത്തുമ്പോഴല്ലേ. അല്ലാഹുവേ, ആ പാൽപുഞ്ചിരി ഞങ്ങൾക്ക് കാണിക്കണേ റബ്ബേ. ആ മഹത്വമേറിയ വ്യക്തിത്വ സാന്നിധ്യം കൊണ്ട് വഫാത്ത് സമയത്ത് ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. അവിടുത്തെ മുഹബ്ബീങ്ങളിൽ ഈ പാവങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ദോഷങ്ങളൊക്കെയും പൊറുക്കണേ തമ്പുരാനെ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബിനെ സിനിമ കാണുമ്പോ റൗദയിൽ വെച്ചുകൊണ്ട് അറിയുകയാണ്, നീ അല്ലാഹുവിന്റെ റസൂല് തോറലു അലയ്യ അമാലുക്കും. എവിടെ വെച്ചുകൊണ്ട് എന്ത് തമ്മാടിത്തരം ചെയ്യുകയാണെങ്കിലും അതൊക്കെ നേതാവ് അറിയുകയാണ്. റൗദയിൽ വെച്ച് അറിയുന്ന ഒരു നായക പ്രഭുവാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെങ്കിൽ ഓ പ്രിയപ്പെട്ട പെണ്ണേ, പ്രിയപ്പെട്ട ഉമ്മ, അനാശാസ്യമായ ആർത്തികളോട്, വ്യാമോഹങ്ങളോട്, മോഹങ്ങളോട്, ആശകളോട്, ആശയങ്ങളോട്, ആഗ്രഹങ്ങളുടെ ബിംബങ്ങളെ തച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ട് കൽബ് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പാർക്കാനുള്ള ഭവനമാക്കണേ അല്ലാഹുവേ. നീ അവസരം നൽകണേ തമ്പുരാനെ. നമ്മുടെ കൽബിൽ പാർക്കണം മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് സലാത്ത് അങ്ങനെ ചെല്ലിയാൽ ദുന്യാവ് നമുക്ക് രക്ഷപ്പെടും, ആഖിറം നമുക്ക് രക്ഷപ്പെടും. ഒരു ചെറിയ ദർശനം ഞാൻ പറയാ, ദീർഘിപ്പിക്കല്ല. മുസ്തഫ നബിയുടെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ, റസൂലുള്ളാഹിനോട് ഒരാളെ എങ്ങനെ അങ്ങോട്ട് ബന്ധപ്പെട്ടാലും ആ ബന്ധം മുറിഞ്ഞാൽ പിന്നെ തിരിച്ചു ചോദിക്കും മുഹമ്മദ് മുസ്തഫ. ഒരു കാര്യങ്ങൾ ഓർക്കണം, ഒറ്റ ചരിത്രം ഞാൻ വിശാലായിട്ട് പറയില്ല, സൂചിപ്പിക്കാണ്. റസൂലുള്ള പള്ളിയിലേക്ക് പോകുമ്പോ റസൂലുള്ളാഹിനെ ഒരഭിപ്രായത്തിൽ മാറി നിന്നിട്ട് തുപ്പുന്നൊരു പെണ്ണുണ്ടായിരുന്നു, ജൂതപ്പെണ്ണ. ഒരഭിപ്രായത്തിൽ പോകുന്ന വഴിയില് മുള്ളിട്ടിട്ട് റസൂലുള്ളാഹിനെ ഉപദ്രവിക്കലാണ്. എന്താകട്ടെ, റസൂലുള്ളാഹിനെ ഉപദ്രവിക്കുന്ന ഒരു ജൂതപ്പെണ്ണ്. ഒരു ദിവസം പള്ളിയിലേക്ക് പോകുമ്പോ ഈ പെണ്ണിനെ കാണാനില്ല. അപ്പൊ അന്വേഷിച്ചു മുഹമ്മദ് മുസ്തഫ. ഈ പെണ്ണ് റസൂലുള്ളാഹിനെ ബന്ധപ്പെടുന്നത് ഇഷ്കൊണ്ടല്ല, ഉപകാരം കൊണ്ടല്ല, ഉപദ്രവം കൊണ്ടാണ്. പക്ഷെ ആ ഉപദ്രവം മുറിഞ്ഞു പോയപ്പോ അന്വേഷിച്ചു മുഹമ്മദ് മുസ്തഫ. അന്വേഷിച്ചപ്പോ ഒരാൾ പറഞ്ഞു പനിച്ച് കിടക്കാണ് എന്ന്. നമ്മളാണ് എന്താ പറയാ, കുരുത്തക്കേട്, ഇന്നലെ തട്ടേണ്ടതാണ്, വൈകിയതാണ്, നമ്മൾ പറയില്ലതാ. പക്ഷെ പനിച്ച് കിടക്കാന്ന് പറഞ്ഞപ്പോ മുസ്തഫാനെ വിശ്വാസം വെച്ചു. എന്നാ പിന്നെ നമ്മളൊന്ന് പോയി കാണുക മുഹമ്മദ് മുസ്തഫ, സഹിഷ്ണുതയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയൊക്കെ പോണ വഴിയിൽ ഇത് അറിഞ്ഞപ്പോ ആ ജൂതപ്പെണ്ണിന്റെ രോഗിണിയായി കിടക്കുന്ന പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിച്ചു. റസൂലുള്ളാഹി വന്നിട്ട് മോളെ പനിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണ് പനിന്റെ വേറെ ഉണ്ട്, ഈ വാക്കേട്ടപ്പോ ഇതാ സ്വപ്നാണോ യാഥാർത്ഥ്യമാണോ എന്ന് അറിയാതെ ഞെട്ടിയിട്ട് ഇങ്ങനെ പതറുകയാണ്. ഇത് ഉദ്ധരിച്ച ചില ഔലിയാക്കൾ പറയുന്നുണ്ട്, ഇതിന്നൊരു വലിയ പാടുണ്ട്. റസൂലുള്ളാഹിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ എങ്ങനെയാണ്ട് ബന്ധപ്പെട്ടാലും ആ ബന്ധം മുറിഞ്ഞാൽ മുസ്തഫ നബി ചോദിക്കും എവിടെ ആള്. ഈ പെണ്ണ് റസൂലുള്ളാഹിട്ട് ബന്ധപ്പെട്ട് സ്വലാത്തോണ്ടും സലാമോണ്ടും ഇഷ്കൊണ്ടൊന്നുമില്ല, മുള്ളോണ്ടാണ്, തുപ്പിയിട്ടാണ്. പക്ഷെ അതുപോലെ മുറിഞ്ഞപ്പോ അന്വേഷിച്ചു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മൾ മുള്ളോണ്ടും തുപ്പിയിട്ടൊന്നല്ല, നമ്മൾ സ്വലാത്തോണ്ടും ഇങ്ങനെ ബന്ധപ്പെടുക.
500 സലാത്ത്, 1000 സലാത്ത്, 10000 സലാത്ത്, ചുരുങ്ങിയത് 100 സലാത്ത്, 200 സലാത്ത്, 313 സലാത്ത്, ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് ഒരിക്കലും നമ്മൾ അറ്റാക്ക് കുടിച്ച് മരിച്ചാല് അല്ലെങ്കിൽ ആക്സിഡന്റിൽ മരിച്ചാല് മരിക്കൂലേ? തീരുമാനമായിട്ടില്ലേ? എന്താ നിങ്ങൾ അത്ഭുതമുള്ള വാർത്ത പറയുന്നുണ്ടോ? മരിക്കൂലേ? പിന്നെ തീരുമാനമായിട്ട് വാക്ക് പറയാം. ഞാൻ 4-5 ദിവസം മുമ്പ് കണ്ണൂർ വെള്ളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ മുന്നിലിരുന്നിട്ട് ഷാവുലമ്മിന്ന് ചെറുപ്പക്കാർ ഇതിങ്ങനെ കേൾക്കുക, നിങ്ങളെ ഇരിക്കണമായി തന്നെ പേടിക്കണ്ട, അത് മാരിയെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളെക്കാളും തടിയുണ്ട്. ഒരു ചോപ്പ് ബനിയനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തടിമാടനായ ഒരു കൊള്ളൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്റെ 3.5-4 മണിക്കൂർ ഞാൻ വളർന്നു കബറായിരുന്നു വിഷയം പറഞ്ഞു ഇവന് ഷാവുല ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ എന്റെ റൂമിലെത്തി സുബീൻ സ്കേജിട്ടൊന്ന് മാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴാണ് സ്വാഗതം പറഞ്ഞതിന് ഇസ്മായിൽ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മുമ്പിലിരുന്നിട്ട് നിങ്ങളെ വാളുകെട്ട തടിച്ച ചോപ്പ് ഷർട്ടിട്ട കുട്ടിയില്ലേ, വാള് കഴിഞ്ഞപ്പോ വീട്ടിൽ കിടന്ന് മരിച്ചു. ഞാൻ ചോദിച്ചു എന്തെങ്കിലും സോക്കടുണ്ടോ ചോദിച്ചു. ഒരു സോക്കടുണ്ടായിട്ടില്ല. സോക്കടുള്ള ആൾ വാള് വെക്കൂലല്ലോ. വാളേക്കും അപ്പൊ സോക്കട് ക്യാൻസർ രോഗികളൊക്കെ ഒന്നായിട്ട് വാളിനൊക്കെ ഒഴുകി വരുന്ന കാലാണ്. അന്നിപ്പോ ഒരു വിഷയമല്ല ക്യാൻസർ. ഇന്നലെ ഉച്ചയ്ക്ക് ഒരാളിനൊക്കെ വാളിന് വിളിച്ചു കുണ്ടോട്ടിന്ന്. വാളിന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പെട്ടെന്ന് വരണം, എനിക്ക് ഡോക്ടർമാർ 4 മാസമാണ് അവധി പറഞ്ഞിരിക്കുന്നത്. എന്തെന്ന് വെച്ച് ഞാൻ ബ്ലഡ് ക്യാൻസർ രോഗിയാണ്. ക്യാൻസർ രോഗി വാളിന് ക്ഷണിക്കുന്ന കാലാ. ഞാൻ കബർക്ക് പോണതിന് മുമ്പായിട്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അള്ളാഹു തആല അവർക്ക് ശിഫ കൊടുക്കട്ടെ. അതൊക്കെ പടന്ന് പന്തലിച്ച കാലം അള്ളാഹ് നമ്മളെ സലാമത്താക്കി തരട്ടെ. അതിനൊക്കെ ഒറ്റ പരിഹാരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളിങ്ങനെ ഒരിക്കലും മരിച്ചു പോയാൽ സ്വലാത്ത് ചെല്ലാ പിന്നെ നമ്മളുണ്ടാവില്ല. അപ്പൊ റൗളയ്ക്ക് സ്വലാത്ത് എങ്ങനെ കിട്ടിയിട്ടുണ്ടാവും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, അല്ല ആ ആളെവിടെ? പരപ്പനങ്ങാടി നിന്ന് ഒരു 500 സലാത്ത് പരന്നു വന്നീന്നല്ലോ, ഇപ്പൊ കിട്ടണില്ലല്ലോ, ആ ആളെവിടെ? ആ മലക്കുകൾ അറിയും, ഒന്ന് വൈകുന്നേരം മരിച്ചതാണ്. റസൂലുള്ളാഹി റൗളയിൽ ഇറങ്ങിക്കിടക്കോ? അള്ളഹാനോട് പറയില്ല പടച്ചോനെ ആ കുട്ടിക്ക് സലാമത്ത് ഖബർ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ നമ്മളെ വിജയത്തിന്റെ ആരംഭം അത് തന്നെയാ മുഹമ്മദ് മുസ്തഫ. ചോദിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെടാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. അതിനെ ഒരുമിച്ച് കൂടുതൽ പടച്ചോൻ ഒരു കാരണമാക്കട്ടെ. നാളെ ഇഷ്കിന്റെ ലോകം തുറക്കാൻ അള്ളാഹു അവസരം നൽകട്ടെ. ഇന്ന് കൽബിൽ മുഹമ്മദ് നബിയോട് മഹബത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. ഇവിടെ ഒരു വലിയ ഫണ്ട് ശേഖരണോ അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളൊന്നുമില്ല. പക്ഷെ ഈ സദസ്സ് ഒരാൾക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ, ഒരാളുടെയും പോക്കറ്റിൽ നിന്ന് ഒന്നും എടുത്ത് പ്രയാസപ്പെട്ട് ചെലവഴിക്കാത്ത രൂപത്തിൽ നമ്മളൊക്കെ കൂടിയാണ് വിജയിപ്പിക്കേണ്ട ഒരു സദസ്സാണ്. കാരണം ഇത് ഒരാളെ വിഷയമല്ല, ഇത് നമ്മുടെ വിഷയമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാളെ വരുമ്പോ നിങ്ങളെല്ലാവരും നല്ല നീയത്ത്, വലിയ മുറാദുകളൊക്കെ കൽബിൽ വെച്ച് വരുന്നോട് കൂടിയിട്ട് മുറാദിനേക്കാളും വലുപ്പമുള്ള സംഖ്യയും പോക്കറ്റിൽ വെച്ചുകൊണ്ട് വരണം. വലിയ മുറാദും ചെറിയ സംഖ്യയും കൊണ്ടുവരരുത്. മുറാദ് വലുപ്പം ഉണ്ടായിക്കോട്ടെ, അപ്പൊ അതിനേക്കാളും വലുപ്പമുള്ള പൈസയും കൂടി വന്നാൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്നാണ്ട് ശരിയായിക്കോളും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രോഗമുള്ള ആളുകളാണെങ്കിലും കടലുള്ള ആളുകൾ കുറച്ച് പൈസ ആയിട്ട് പോരി. അങ്ങനെ ചവിട്ടിൽ വെള്ളം പോയാൽ ആ വെള്ളം കിട്ടണമെങ്കിൽ വേറെ വെള്ളം ഒഴിക്കലാ നമ്മള്. അല്ല അങ്ങനെയല്ലല്ലോ അല്ലെ? ചവിട്ടിൽ വെള്ളം കിടന്നാൽ എന്താ ചെയ്യല്? കുന്തം കുത്തേ വേറെ വെള്ളത്തിൽ എന്നിട്ട് കിട്ടാലേ കിട്ടുള്ളൂ. അതുപോലെ കടലുള്ളവർ ഏതായാലും കടായി ഇതിന് കുറച്ചും കൂടി കടമായി. അതെ, പുതിയ വെള്ളം വെച്ചാൽ രണ്ടും കൂടി കൊണ്ട് പോകുന്നോളൂ ഇൻഷാ അല്ലാഹ്. ഞാനത് വെറുതെ പറയില്ല, ഒരുപാട് അനുഭവങ്ങളാണ്. അതുകൊണ്ട് നാളെ വരുമ്പോ നിങ്ങൾ വലിയ വലിയ സംഖ്യയൊക്കെ വരണം. പരമാവധി 313 കുറയാതിരിക്കുക. അതൊന്നും വലിയ സംഖ്യ ഒന്നല്ല. 1000 ആക്കണവർ അങ്ങനെ ആക്കുക. അല്ല ഇന്ന് രാത്രി പെണ്ണുങ്ങളും ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിക്കുക എന്ത് 1000 ഇതാ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു 10000 അങ്ങനെയാണ്. അൽഹംദുലില്ലാ. ബാക്കി പൈസകൾ എന്താ കാട്ടുമെന്ന് നോക്കണ്ട. ബാക്കി വന്നാൽ ഇവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിനായിട്ട് പിരിക്കണില്ല എന്ന് പറഞ്ഞത്. പിരിക്കണില്ലാന്ന് പിരിഞ്ഞാൽ അതിനോട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ഇൻഫിയാലം വന്നാൽ ഫെയിലില്ല, നിങ്ങൾ ഒഴുകി വന്നാൽ ഞങ്ങൾ തടയില്ല. ഞങ്ങൾ ഒഴുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണില്ല. പക്ഷെ കടല്ലാതെ രക്ഷപ്പെടും വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ നാളെ നല്ല രൂപത്തിലൊക്കെ വരണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇന്ന് എല്ലാവരും എണീറ്റിട്ട് ദീർഘമായ ദുആ ഒന്നുമില്ല. നാളെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ജമീൽ തങ്ങൾ പാപ്പ വന്നിട്ട് ദ്വാരക്കും. അപ്പോ മനസ്സ് നിറയെ മുഹമ്മദ് മുസ്തഫ. ഇങ്ങോട്ട് മുമ്പോ അല്ല വേണ്ട, സ്ത്രീകളൊക്കെ ഇരുന്നാൽ മതി. വേണ്ട, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പെണ്ണുങ്ങൾ അതപ്പോ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഇത് കൊല്ലം എറണാകുളമൊക്കെയാണ് ഞാൻ ഒന്ന് തിരിച്ചു പറഞ്ഞിരുന്നത്. അവിടെ ചിലപ്പം കൈ വെച്ചിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് പുറത്തു തുടങ്ങിയാൽ ആദ്യം വരുന്നത് പാൻറ്റിട്ട് പെണ്ണാണ്. കയ്യിൽ പൈസ തരാണ്ട് ചില ഏരിയയിൽ അങ്ങനെ അതിനെ കുറിച്ച് അറിയില്ല. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ പറയണ്ടല്ലോ. നിൽക്കാന്ന് പറഞ്ഞാൽ ആണുങ്ങൾ നിൽക്കാന്ന് എല്ലായിടത്തും ഇപ്പൊ എല്ലാം വേണം. അപ്പൊ പ്രസവാദം എന്നുള്ളത് പെണ്ണുങ്ങൾ എഴുതിയേക്കണോ? ആ ഏർപ്പാട് അവർക്കല്ലേ ഉള്ളൂ. അപ്പൊ ചിലതൊന്നും പറയേണ്ട ഏരിയ കണ്ട. എന്നപോലെ സ്ത്രീകൾ എണീക്കേണ്ട ആവശ്യമില്ല, അവിടെ ഇരുന്നാൽ മതി. നിങ്ങൾ പിന്നെ ഇൻഷാ അല്ലാഹ് നല്ല സംഖ്യറ്റ് നാളെ പോരും. ആണുങ്ങളൊക്കെ ഇവിടെ ഒരു ബക്കറ്റ് വെച്ചാല് നിങ്ങളെ പോക്കറ്റിൽ ഇന്നുള്ള പൊട്ടും പൊടി അതിന് വലുപ്പമുള്ള ഇങ്ങോട്ട് പോരും. നാളെ നല്ല വലുപ്പമുള്ള കൊണ്ടുവരണം.
കൊണ്ടുവരണം. ഇന്ന് പോക്കറ്റിലുള്ള വലിപ്പമുള്ള സംഖ്യ നിങ്ങൾ കൊണ്ടുവരും. ഇവിടെ ഒരു ബക്കറ്റ് വെക്കും. എല്ലാവരും എണീറ്റിട്ട് പടച്ചോനെ നിന്റെ ഹബീബിന്റെ സാഹസിന് പിരിഞ്ഞു പോകുമ്പോ എന്റെ മുറാദുകളൊക്കെ ഹാസിലാക്കി തന്നെ പ്രയാസങ്ങളൊക്കെ തീർച്ചയായിരുന്നു. പടച്ചോനെ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ ഞാൻ കൊടുക്കണം എന്നുള്ള നിയത്തിൽ നിങ്ങളും അള്ളയും അറിയണം. റസൂലുള്ളാഹിക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കും ചെയ്യും ഇൻഷാ അല്ലാഹ്. എല്ലാവരും നിങ്ങളുടെ വലിയ ബക്കറ്റ് ഇവിടെ വെച്ചാൽ മതി. കൈ പിടിക്കൊന്നും വേണ്ട. അതിൽ ആവശ്യമുള്ള ഇട്ടുകാണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറ്റുന്ന ഇട്ടുകൊണ്ട് പെട്ടെന്ന് അവിടെ ഇരുന്നിട്ട് ചെറിയ ദ്വായ നമുക്ക് ഇന്ന് പിരിയാം. എല്ലാവരും വരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും വരും. എല്ലാവരും വരും. മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم آمين تذكر جيران بذي سلام ما زجت من درامي مقلة بدمي صلى الله على محمد صلى الله عليه وسلم محبتي ريكم محبتي ريكم وأومل البرق في اللائمين